ഞാൻ നിങ്ങളോട് ആദ്യം മുതൽ അവസാനം വരെ പറയാറുള്ളത് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിയാൽ മാത്രമേ മറ്റുള്ളവരിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഈ ലോകത്ത് നമുക്ക് ആരെയും മാറ്റാൻ സാധിക്കൂല. ഒരാളൊഴികെ. ആ ആളാണ് നമ്മൾ. നമ്മളെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇന്ന് നമ്മള് പഠിക്കാൻ പോണ സാധനം പേഴ്സണാലിറ്റിയാണ്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു മുഖംമൂടിയുടെ വാക്കാണ്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ടിങ്ങിന്റെ വേർഡാണ്. അങ്ങനെ പറഞ്ഞാൽ ഞാനിതെല്ലാം പറയുന്നത് എന്റെ ഭാഷയിലാണ്. എന്റെ സെൻസിലാണ് ഞാൻ പറയുന്നത്. എന്റെ കാഴ്ചപ്പാടിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് പേഴ്സണാലിറ്റി. എന്നാൽ ഈ പേഴ്സണാലിറ്റി എവിടുന്നാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഈ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്? ഞാൻ അവിടെ നിന്നാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ എല്ലാ കാര്യം പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഫൗണ്ടേഷൻ എവിടെയാണ്, ഇതിന്റെ അടിത്തറ എവിടെയാണ്, അത് എങ്ങനെ റെഡിയാക്കാം എന്ന് പഠിച്ചാലേ നമുക്ക് ഈ പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മള് ജീവിതം എപ്പോഴും ഒരു അഭിനയമായി മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? പേഴ്സണാലിറ്റി നമുക്ക് പഠിക്കാം. ഇന്ന് എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി, യെസ്, പേഴ്സണാലിറ്റി. എന്താണ് പേഴ്സണാലിറ്റി? നമ്മളെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരാളുടെ പേഴ്സണാലിറ്റി? നമ്മള് മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയാണ് അളക്കുന്നത്. ഇപ്പോ നമ്മളുടെ പേഴ്സണാലിറ്റി അല്ല നമ്മൾ അളക്കാറുള്ളത്. നമ്മൾ മറ്റൊരാളുടെ പേഴ്സണാലിറ്റിയെയാണ് അളക്കാൻ പോകുന്നത് എങ്കിൽ നമ്മളുടെ കാഴ്ചയിൽ എന്തെല്ലാമായിരിക്കും അയാളുടെ പേഴ്സണാലിറ്റി? എന്തെല്ലാമായിരിക്കും? ഒന്ന് പറഞ്ഞേ, ഒന്ന് ചാറ്റിൽ പറഞ്ഞേ. നിങ്ങൾക്ക് അറിയുന്നത് നമ്മളൊരാളെ പേഴ്സണാലിറ്റി അളക്കുന്നത് എന്തെല്ലാമായിരിക്കും? എന്തെല്ലാമായിരിക്കും? ഒന്ന് ചാറ്റിൽ പറഞ്ഞേ. വേഗം വേഗം. ഇപ്പൊ നിങ്ങൾ ഒരാളെ കണ്ടു, അയാളുടെ പേഴ്സണാലിറ്റി ഓക്കെ, ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, ബിഹേവിയർ, ക്യാരക്ടർ, പിന്നെ പിന്നെ കാണുമ്പോ നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യണത്? ഇതിപ്പോ ഒറ്റ വാക്കാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ അതിൽ നിന്നുണ്ടാവുന്ന അതിൽ നിന്നുണ്ടാവുന്ന എക്സ്പ്രഷൻ ആണ് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണാലിറ്റി. ആണോ അല്ലെ? ആണോ അല്ലെ? ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ദേഷ്യത്തിനെയും അല്ലെങ്കിൽ അപ്പോൾ എനിക്കുണ്ടാവുന്ന ആ മാറ്റത്തെയുമാണ് നിങ്ങൾ എന്റെ പേഴ്സണാലിറ്റി ആയിട്ട് അളക്കാൻ പോകുന്നത്. യെസ് ഓർ നോ? ആണോ അല്ലെ? അല്ല, അങ്ങനല്ലേ? യെസ്. അപ്പോ എന്താണ് ഈ പേഴ്സണാലിറ്റി കൊണ്ട് സത്യത്തിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഒരു ഓരോ സാഹചര്യങ്ങളാണ് സത്യത്തിൽ ഓരോ ആളുകളുടെയും പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ചിന്തകളിൽ നിന്നാണ് അയാളുടെ ലോകം അയാൾ സൃഷ്ടിക്കപ്പെടുന്നത്. എന്റെ ചിന്തകളിൽ നിന്നാണ് ഞാൻ എന്റെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടല്ല. നമ്മളുടെ പേഴ്സണാലിറ്റി എവിടുന്നാണ് ബിൽഡ് ചെയ്ത് വരുന്നത് എന്നാണ്. ശ്രദ്ധിക്കണം. കാരണം നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത് നമ്മളുടെ നമ്മളുടെ പേഴ്സണാലിറ്റി മാത്രമാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുക. മറ്റുള്ളവരുടെ പേഴ്സണാലിറ്റിയെ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് അയാളുടെ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കാൻ സാധിക്കില്ല. എല്ലാവരും പഠിപ്പിക്കുക പേഴ്സണാലിറ്റി എന്നാൽ എന്താണ്, പേഴ്സണാലിറ്റി നന്നാവാൻ എന്തെല്ലാം റെഡി ആവണം എന്നാണ്. എന്നാൽ ഞാൻ അതിനു മുന്നേ ഞാൻ പഠിപ്പിക്കുകയാണ് നിങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ എവിടുന്നാണ് ഈ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത്. അതിനുശേഷം ഞാൻ പറയും എന്താണ് പേഴ്സണാലിറ്റി. അതിനുശേഷം പറയും അത് മാറേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണ് എന്ന്. ഓക്കെ, അപ്പോ എവിടുന്നാണ് ഇതിന്റെ ഉത്ഭവം? ഒരു
മുക്കുവനായ, അതായത് കടപ്പുറത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ കുടിലിൽ, വെച്ച് കെട്ടിയ കുടിലിൽ ഏത് സമയത്തും കാറ്റടിച്ചാലോ പേമാരി പെയ്താലോ പൊളിഞ്ഞു പോകാൻ സാഹചര്യമുള്ള ആ കുടിലിൽ രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളും ഒരു ഭാര്യയുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു ദരിദ്രനായ മനുഷ്യൻ, അയാളുടെ ഉപജീവനം എന്ന് പറയുന്നത് കടലിൽ പോയി എന്നും മീൻ പിടിക്കുന്നതാണ്. എന്നാൽ സാധാരണഗതിയിൽ പല രീതിയിലും മീൻ പിടിക്കും. ബോട്ടിൽ പോയിട്ടും, തോണി വഞ്ചിയിൽ ഒറ്റയ്ക്ക് പോയിട്ടും, വല വീശിയിട്ടും, അതുപോലെ തന്നെ ചൂണ്ടയിട്ടിട്ടും എല്ലാം മീൻ പിടിക്കും. ഇയാൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. അങ്ങനെ എല്ലാ ദിവസവും പോവും. അന്ന് കിട്ടുന്ന മീന് കൊണ്ട് അത് വിറ്റിട്ട് കാശ് കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ പോറ്റുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭാര്യ പറഞ്ഞു, ഇന്ന് ഇവിടെ ഒന്നും ഇല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങൾ വരുമ്പോ കുറച്ച് സാധനങ്ങളുമായിട്ട് വരണം. അയാൾ വലിയ പ്രതീക്ഷയുമായിട്ട് പുറത്തേക്കിറങ്ങി. അപ്പം മുതൽ അയാളുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം വാങ്ങാം എന്നുള്ളതായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ അയാൾ രാവിലെ മുതൽ ചൂണ്ട എറിഞ്ഞിട്ട് വൈകുന്നേരമാവുമ്പോഴും അയാൾക്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെ അയാൾ വളരെ വൈകി സമയത്ത്, സൂര്യൻ അസ്തമിക്കാൻ നേരമായ സമയത്ത്, വളരെ സങ്കടത്തോട് കൂടിയിട്ട് അയാൾ ഇങ്ങനെ കടപ്പുറത്തിന്റെ സൈഡിലൂടെ നടന്നു പോവുകയാണ്. സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്ന കാര്യം. അയാളുടെ മുന്നിൽ തെളിയുന്ന മുഖം എന്തായിരിക്കും? ഏതെല്ലാമായിരിക്കും? തീർച്ചയായിട്ടും അയാളുടെ ഭാര്യയുടെയും, രാവിലെ തന്റെ അടുത്ത് സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞ ഭാര്യയുടെയും, താൻ അതിരാവിലെ എണീറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ പായയിൽ കിടന്നുറങ്ങുന്ന തന്റെ കുഞ്ഞുങ്ങളുടെയും മുഖമായിരിക്കും. ആ സങ്കടത്തോടു കൂടി കടലോരത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തിരമാലകളിൽ കാലുകൾ തട്ടി, ആ മണൽത്തിട്ടയിലൂടെ കാലുകൾ ഒരതിക്കൊണ്ട്, നമ്മൾ എല്ലാവരും പോകുന്നത് പോലെ തന്നെ സങ്കടത്തോടു കൂടി തല താഴ്ത്തിക്കൊണ്ട് മണൽ ഇങ്ങനെ കാലുകൊണ്ട് തോണ്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട്, വളരെ വിഷമത്തിലാണ് അയാൾ, യാദൃശ്ചികമായിട്ട് അയാളുടെ കാലിൽ എന്തോ തടയുകയാണ്. അപ്പോ അയാൾ ഒരു കവറ് പോലുള്ള സാധനം കിട്ടി. ഇരുട്ടായിട്ടുണ്ട്, ശരിക്കും കാണുന്ന സാഹചര്യമായിട്ടില്ല. അയാൾ അങ്ങനെ നടന്നു പോകുമ്പോ ആ കനമുള്ള കവർ എടുത്ത് അതിൽ നിന്ന് എന്തോ തപ്പി നോക്കിയപ്പോൾ കല്ലുകളെ പോലെ അയാൾക്ക് ഫീൽ ചെയ്യുകയും, തന്റെ സങ്കടങ്ങളുള്ള സമയത്ത് നമ്മൾ ആരാണെങ്കിലും ഒരു വെള്ളത്തിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കല്ലുകൾ പുറത്തേക്ക് എറിയുന്നത് നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യമായിരിക്കാം. അയാൾ അതിലുള്ള ഓരോ കല്ലുകളും, അയാൾ ധരിച്ച കല്ലുകളും, അയാൾക്ക് കിട്ടിയ കല്ലുകളും കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് നടന്നങ്ങനെ പോയി. സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും, നമ്മളെപ്പോഴും നമ്മൾ കടല് പോട്ടെ, നമ്മളൊരു കിണറിന്റെ അടുത്തേക്ക് പോയാൽ ആരും ഇല്ലെങ്കിൽ കല്ല് കിട്ടുമോ നോക്കും, അതിലിട്ട് നോക്കാൻ. ഇനി കല്ലൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്ന് തുപ്പി നോക്കും, ഇല്ലേ? സത്യം പറഞ്ഞാൽ മതി, നിങ്ങള് തുപ്പി നോക്കും. അതേപോലെ അത് ടെൻഡൻസിയാണ്. അതേപോലെ ഇയാൾ ഇങ്ങനെ എറിഞ്ഞിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ കല്ലിങ്ങനെ കയ്യാറായി, വീട്ടിലേക്ക് കുറച്ചും കൂടെ ദൂരമുണ്ട്. അവസാനത്തെ കല്ല് അയാൾ എന്തോ ഒരു തെളിച്ചത്തിന്റെ കണ്ടപ്പോ തിരിച്ചറിഞ്ഞു, മുന്നേ എറിഞ്ഞ കല്ലുകളെല്ലാം ഡയമണ്ടുകളായിരുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അവസാനത്തെ കല്ലും അയാൾ എറിഞ്ഞു കഴിഞ്ഞും ചെയ്തു. അയാളുടെ ഉള്ളിൽ എത്ര സങ്കടം ഉണ്ടാവും! വീണ്ടും സങ്കടത്തിന്റെ അളവ് കൂടി. ഞാൻ എന്തൊരു ദൗർഭാഗ്യവാനാണ്, വീണ്ടും എന്റെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഭാര്യ ചോദിക്കുന്നത് ഈ കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഭാര്യ നേരെ കൈ നീട്ടിയിട്ട് കൈകളിലേക്കാണ് നോക്കുന്നത്. പക്ഷെ അയാളുടെ കയ്യിൽ ഒന്നുമില്ല. സങ്കടത്തോടു കൂടി നിൽക്കുന്ന ആ രംഗത്ത് ഭാര്യ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം സങ്കടത്തോടു കൂടിയല്ല അയാളുടെ മറുപടി വരിക.
ദേഷ്യത്തോട് കൂടിയിട്ടായിരിക്കും. ആ ദേഷ്യം എവിടുന്നാ ഉണ്ടായത്? ആ നല്ല രീതിയിൽ പോയ മനുഷ്യന്റെ നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരുന്ന ആ മനുഷ്യന്റെ പേഴ്സണാലിറ്റി എവിടെയാണ് മാറിയത്? അയാളുടെ സാഹചര്യങ്ങളിൽ നിന്നാണ്. അയാളുടെ ചിന്തകളിൽ നിന്നാണ്. എന്നാൽ രാവിലെ ഇതൊക്കെ പറഞ്ഞെങ്കിലും തന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാത്ത, തന്റെ വീടിനെ കുറിച്ചിട്ട് ചിന്തിക്കാത്ത, തന്റെ കുടുംബത്തെ കുറിച്ചിട്ട് ചിന്തിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ആ ചിന്തകളിൽ നിന്നാണ് അയാളുടെ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അവിടെയാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം ബിൽഡായത്. നമ്മൾ നല്ല നല്ല ഭാര്യയായിരിക്കും, നല്ല ഉമ്മയായിരിക്കും, നല്ല സിസ്റ്ററായിരിക്കും, പെങ്ങളായിരിക്കും. പക്ഷേ ചില സമയത്ത് നമ്മളുടെ പേഴ്സണാലിറ്റി മാറും. എപ്പോഴാണത്? കുഞ്ഞുങ്ങളെ നമ്മൾ തല്ലും, ഉമ്മാനോട് ദേഷ്യം പിടിക്കും, ഹസ്ബൻഡിനോട് ദേഷ്യം പിടിക്കും. എപ്പോഴാണിത് സത്യത്തിൽ? നമുക്കൊരു സങ്കടം ഉണ്ടാവുമ്പോഴാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഉമ്മാനോടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനോടോ മക്കളോടോ ഒരിക്കലും മക്കളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല നമ്മൾ അവരെ അടിക്കാറുള്ളത്. നമ്മളുടെ സങ്കടം സഹിക്കാൻ വയ്യാതാവുമ്പോഴാണ്. ആ സാഹചര്യങ്ങളിൽ നിന്ന്, ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയ ചിന്തകളിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് എന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ ഇതിന്റെ അടിവേര് പറയുന്നത് എവിടെ മുതൽ നമ്മൾ റെഡിയാക്കണം എന്നുള്ളതാണ്. അവിടെ മുതൽ റെഡിയാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ കേവലം ഒരു അഭിനയിക്കുന്ന ആളായി മാത്രം മാറും. എന്നാൽ നമ്മളുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അത് പുറത്തേക്കിടും. അത് വലിയ ബോംബുകളായി പൊട്ടും. ആ സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാം നമ്മളെ വെറുക്കപ്പെടും. കാരണം നമ്മളുടെ പേഴ്സണാലിറ്റി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് അവരെല്ലാവരും പറയാം. നമ്മളുടെ സാഹചര്യങ്ങളെ കുറിച്ച് അവർക്കറിയില്ല, നമ്മളുടെ ചിന്തകളെ കുറിച്ചിട്ട് അവർക്കറിയില്ല, ഇതൊന്നും അവർക്കറിയില്ല. തീർച്ചയായിട്ടും നമ്മളുടെ ചിന്തകളിൽ നിന്നാണ് നമ്മളുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ ചിന്തകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം? ഇതാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. ഇനി ഞാൻ പറയുന്നു, എന്താണ് പേഴ്സണാലിറ്റി? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സോണ എന്ന് പറയുന്ന എന്താണ്? പേഴ്സോണ എന്ന് പറയുന്ന മുഖം മൂടി എന്നർത്ഥം വരുന്ന എന്താണ്? മുഖം മൂടി, മൂടി എന്നർത്ഥം വരുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളുടെ മുഖത്തുകൂടെ അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ വരുന്ന മുഖാവരണങ്ങളാണ് നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ നമ്മൾ ഒരു നമ്മളൊരു മനുഷ്യനാണെങ്കിൽ നമ്മളൊരു മനുഷ്യനാണെങ്കിൽ നമുക്ക് നമ്മളെ മൊത്തം മൂടുന്ന ഒരു വലയം നമ്മളുടെ സാഹചര്യങ്ങളിൽ ചിന്തകളിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ് നമ്മളുടെ പേഴ്സണാലിറ്റി. ഒരു തത്വം പറയുന്നുണ്ട്, 80-20 പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താണ് 80-20 പ്രിൻസിപ്പിൾ? 80-20 പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 80% നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മൾ ഈ പേഴ്സണാലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലേക്ക് പോകും. അതുപോലെ തന്നെ നമ്മളെ പേഴ്സണാലിറ്റി, എന്നെ കണ്ടാൽ നല്ല പേഴ്സണാലിറ്റി, നല്ല സംഭവം തോന്നുന്നത് നമുക്ക് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ക്യാരക്ടർ, ബിഹേവിയർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് അതിനെ പീസാക്കി അടിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ഒന്നെന്താണ്? ഡ്രസ്സിങ് നമ്മൾ പറയും. ഡ്രസ്സിങ്, അയാളുടെ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പിന്നെന്താണ്? അയാളുടെ പെരുമാറ്റം, പിന്നെ അയാളുടെ ചിരി, അല്ലെ? ഇതൊക്കെ ചിരി. പിന്നെ അതേപോലെ തന്നെ എന്താണ്? അതേപോലെ എന്താ നമ്മൾ പറയാ? അയാളുടെ എന്താ പറയാ, അണിഞ്ഞൊരുങ്ങിയതിന് എന്താ നമ്മൾ പറയാ? മേക്കപ്പ്. ഇതൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ 80% എന്ത് ചെയ്യണം? 80% വർക്കിംഗ് ആയിരിക്കണം. ഈ 80% വർക്കിംഗ് ആയില്ലെങ്കിൽ നമ്മൾ ഇടുന്ന എല്ലാം എന്താണ്? 20% മാത്രമാണ്. ഈ 20% ആണ് നമ്മളുടെ മേക്കപ്പിനും നമ്മളുടെ ഡ്രസ്സിങ്ങിനും എല്ലാം ഉള്ളത്. എന്നാൽ 80% ക്ലിയർ ആയ ഒരാള് ഏത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാലും, മീൻസ് അതായത്
അയാൾക്ക് നല്ല ഡ്രസ്സേ അയാൾ ഇടുള്ളൂ ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അയാൾ ആ ഇട്ട ഡ്രസ്സിന് ഒരു എന്തുണ്ടാവും? ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അതിന് കാരണം എന്താ അറിയോ നിങ്ങള്? അലസമായിട്ട് അയാൾ ഡ്രസ്സിങ് ചെയ്യൂല. അയാൾ നല്ല അയേൺ ചെയ്ത് നല്ല വൃത്തിയിൽ അയാൾ ചെയ്യുള്ളൂ. കാരണം അയാളുടെ മനസ്സ് സ്വസ്ഥമാണ്. 80% അയാളുടെ ഉള്ളിൽ നിന്നാണ് എന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. ആ 80%-ത്തിനെ ക്ലിയർ ആക്കാൻ പഠിക്കാതെ നമ്മൾ 20%-ൽ കിടന്ന് കളിച്ചിട്ട് കാര്യമല്ല. കാരണം എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. ആ സമയത്ത് നമുക്ക് എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സാധനത്തിനെ റെഡിയാക്കിയേ പറ്റുള്ളൂ. നമുക്കുണ്ടായ വിഷമങ്ങളും നമുക്കുണ്ടായ പ്രയാസങ്ങളും നമുക്കുണ്ടായ പ്രതിസന്ധികളുമാണ് നമ്മുടെ പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത്. അതിൽ നിന്നാണ് നമ്മളുടെ ചിന്തകൾ ഉണ്ടാവുന്നത്. ആ ചിന്തകളിൽ നിന്നാണ് നമ്മളുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ഓരോ മനുഷ്യന്റെയും ചിന്തകൾ വ്യത്യസ്തമാണ്. അയാളുടെ സന്തോഷവും അയാളുടെ സങ്കടവും അയാളുടെ എല്ലാ കാര്യങ്ങളും അയാളുടെ ചിന്തകളിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണം ഇല്ലായ്മയെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴാണ് ഉള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതിന് കൂടുതൽ ഇല്ലായ്മയെ കുറിച്ചിട്ട് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം ഉണ്ടാവുക. ആ സങ്കടത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഉള്ളതിനെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടായിരിക്കുക? നമ്മളെ സത്യത്തിൽ നമ്മളുടെ സങ്കടം ഉണ്ടാവുക. ആ സങ്കടത്തിൽ നിന്നാണ് നമ്മളുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ചിന്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആ ചിന്തകളിൽ നിന്നാണ് നമ്മളുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ചിന്തകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രോസസ്സാണ്. അതൊരു വലിയ പ്രോഗ്രാമാണ്. നമ്മളുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു പ്രോഗ്രാമിംഗ് ആണ്. നമ്മളുടെ കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മാറ്റേണ്ട സാധനമാണ് നമ്മളുടെ തോട്ട്സ്. ചിന്തകളെയാണ് നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. ചിന്തകളെ നല്ലതാക്കി നിയന്ത്രിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യം പേഴ്സണാലിറ്റി ഉണ്ടാവാന് രണ്ട് കാര്യങ്ങളെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ രണ്ട് കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മുടെ പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക്കലി കൂടും. ഒന്നിന്റെ പേരാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. രണ്ടാമത്തതാണ് ഫോർഗീവ്നെസ്, പുറത്തു കൊടുക്കുക, ഫോർഗീവ്നെസ്. ഈ രണ്ട് സാധനം നോട്ട് ചെയ്തോ. ഈ രണ്ട് സാധനം ഉള്ളിലേക്ക് കയറിയാൽ നമ്മളുടെ പേഴ്സണാലിറ്റി ഓട്ടോമാറ്റിക്കലി കൂടും. ഓട്ടോമാറ്റിക്കലി കൂടും. ഈ പേഴ്സണാലിറ്റി കൂടാതെ അല്ലെങ്കിൽ ഈ പേഴ്സണാലിറ്റി നന്നാവാതെ നമ്മൾ എന്ത് ജോലിക്ക് പോയാലും ജോലി കിട്ടൂല. ഇനി അഥവാ ജോലി കിട്ടിയാൽ തന്നെ ആ കിട്ടിയ സ്ഥലത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാം ഷുവർ ആയിട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴാണ് ഞാൻ എപ്പോഴാണ് ബിൽഡ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റിയത് അന്ന് മുതലാണ് എന്നിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും അത് തന്നെയാണ് സാധിക്കുക. ചിന്തകളിൽ നിന്ന് ലോകം സൃഷ്ടിക്കുന്നു. ആ ലോകത്ത് നിന്ന് നമ്മളുടെ ബാക്കി ആക്ഷനുകൾ വരുന്നു. ആ നമ്മളാണ് നമ്മളെ ലോകം സൃഷ്ടിച്ചത്. നമ്മുടെ ലോകം സൃഷ്ടിച്ചത് നമ്മളാണ്, നമ്മളുടെ ചിന്തകളാണ്. നമ്മളെ ഒരു ഒരു മഹാനായ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ ഒരു ഷൂവിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്നപ്പോ ആ കരച്ചിൽ നിർത്തിയത് കാലില്ലാത്ത ഒരു കുഞ്ഞിനെ കണ്ടപ്പോഴാണ്. അതുപോലെ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നതിന് പകരം ഉള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാനും ആ തന്നതിൽ വലിയ നന്ദി പ്രകടിപ്പിക്കാനും കഴിയുമ്പോഴാണ് സത്യത്തിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമ്മളെ തിരിച്ചറിഞ്ഞാൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം ഒരു പ്രശ്നമേ ഇല്ല. അങ്ങനത്തെ ഒരാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യപ്പെടും. ആ സ്പ്രെഡ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം കൂടിയതാണ് ഈ പേഴ്സണാലിറ്റി. ഒന്ന് നമ്മളുടെ തോട്ട്സ് ആണ്. ഒന്നെന്താണ്? ഒന്ന് നമ്മളുടെ തോട്ട്സ് ആണ്. ഒന്ന് നമ്മളുടെ ചിന്തകളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ആണ്. 3 നമ്മളുടെ ബിഹേവിയർ ആണ്. 4 നമ്മളുടെ സെൽഫ് എസ്റ്റീം ആണ്. 5 നമ്മളുടെ ഡ്യൂട്ടീസ് ആണ്. ഡ്യൂട്ടീസ്.
അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരുപാട് കടമകളുണ്ട് ഈ ലോകത്ത്. അപ്പോ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു, ചിന്തകളിൽ നിന്നാണ് നമ്മളുടെ ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. നല്ല ചിന്തകൾ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്, പല സമയത്തും നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, എന്തിനാണ് എനിക്ക് ഈ ജീവിതം? ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ എന്ത് ചെയ്തു കൊടുത്തിട്ടും ഇവരിങ്ങനെയാണല്ലോ. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് എനിക്ക് വരുന്നത്? ഞാൻ എത്രയോ അധികം പ്രാർത്ഥിച്ചിട്ടും, അല്ലെങ്കിൽ എത്രയോ അധികം കാര്യങ്ങൾ ചെയ്തിട്ടും, എന്റെ ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? എനിക്ക് എന്താണ് മറ്റുള്ളവർക്ക് തന്നതുപോലെ ഒന്നും തരാതിരുന്നത്? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട്, സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട്, സങ്കടത്തോട് കൂടിയിട്ട് ഓരോ ദിവസവും ആ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുമ്പോൾ നമ്മളുടെ ലോകം നമ്മളുടെ കൈകളിലേക്കായി മാറും. അതിന് ചെയ്യേണ്ട പണിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് എന്തുണ്ട്? എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന നാക്ക് തന്നതിന്, എനിക്ക് നല്ല ഭംഗിയുള്ള ചർമ്മം തന്നതിന്, നല്ല ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്രെയിൻ തന്നതിന്, നല്ല ചെവികൾ തന്നതിന്, കൈകാലുകൾ നടക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചലിക്കാൻ സാധിക്കുന്ന കൈകാലുകൾ തന്നതിന്, എനിക്ക് എല്ലാ കഴിവുകളും എന്റെ ദൈവം തന്നതിന്, എനിക്ക് നല്ല നല്ല ഭർത്താവിനെ തന്നതിന്, നല്ല മക്കളെ തന്നതിന്, നല്ല ഉമ്മാനെ തന്നതിന്, നല്ല കുടുംബം തന്നതിന്, എത്ര മോശമാണെങ്കിലും ഇതെല്ലാം നല്ലതിനാണ് എന്ന് മാത്രം ചിന്തിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്നാണ് ഈ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്. അതാണ് ഞാൻ പറഞ്ഞ, നമ്മളുടെ ചിന്തകളിൽ നിന്നാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് എന്ന് പറയാനുള്ള കാരണം. തോട്ട്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അടുത്തത് എന്താ? നമ്മളെ ആറ്റിറ്റ്യൂഡ് ആണ്. എന്താണ് നമ്മളെ ആറ്റിറ്റ്യൂഡ്? എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ മുഴുവനായിട്ട് തടഞ്ഞു നിർത്താനും അതിനെല്ലാം അതിജീവിക്കാനുമുള്ള കഴിവ് എന്റെ ഉള്ളിൽ തന്നെ എന്റെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതുമാണ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് മാറിക്കൊണ്ടിരിക്കുക. അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോഴേക്ക് തളർന്നു വീഴുകയാണെങ്കിൽ, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാനൊന്ന് തുറന്നു പറയാണ്, ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല. ആരും നമ്മളെ സുഖിപ്പിക്കാൻ വരില്ല. താൽക്കാലികമായിട്ട് ചിലപ്പോ ചെറിയ ഒരു സഹായം ചെയ്തേക്കാം. പക്ഷേ അതൊന്നും എല്ലാ സമയത്തും കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് പറയാണ്, നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമ്മളുടെ ലോകം സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്ന ലോകത്തിലേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡും കൂടെ, നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക. എന്ത് പ്രശ്നം ഉണ്ടായാലും, പ്രശ്നങ്ങൾ വരില്ല എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തില്ല. ഒരാൾ പറയാണ് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനുഷ്യനല്ല. സങ്കടങ്ങളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മനുഷ്യനല്ല. അല്ല. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, ആ ചിന്തകളിൽ എന്തായിരിക്കണം? എന്റെ ജീവിതത്തിൽ എനിക്ക് സങ്കടങ്ങൾ കിട്ടിയതിലേറെ കൂടുതൽ സന്തോഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ മതി. എനിക്ക് കിട്ടിയ സന്തോഷങ്ങൾ എന്തെല്ലാമാണ്? എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഒരു സൈഡിലും എനിക്ക് കിട്ടാത്തത് എന്തെല്ലാമാണ്? ഇത് രണ്ടും ഓരോന്നോരോന്നായിട്ട്, ചെറുതാണെങ്കിൽ ആ ചെറുത് ചെറുത് എഴുതിയിട്ട് നിങ്ങൾ നോക്കിയാൽ ഏത് സമയത്തും നിങ്ങളുടെ ബാലൻസ് നിൽക്കുന്നത്, നിങ്ങളുടെ തുലാസ് തൂങ്ങി നിൽക്കുന്നത് എപ്പോഴും കിട്ടിയ അനുഗ്രഹങ്ങളിലായിരിക്കും. എന്നാൽ നമ്മളുടെ ചിന്തകൾ മുഴുവനായിട്ട് കിട്ടാത്ത ഒന്നോ രണ്ടോ കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും. അനുഗ്രഹങ്ങൾ കിട്ടിയതെല്ലാം നമ്മൾ മറന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ കിട്ടാത്തത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും അലയടിച്ചു കൊണ്ടിരിക്കും. എപ്പോഴും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കാത്തത്. ഇത് ഒരു വലിയ വിഷയമാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. പക്ഷേ ഒരു മനുഷ്യനെ ശരിക്കും അയാളല്ലാതാക്കി മാറ്റുന്നത് ഇതെല്ലാമാണ്. ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. എന്തെല്ലാം വന്നാലും, ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഇരു കൈകൾ കൊണ്ടും താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട് എന്നുള്ള ആ വിശ്വാസം, അത് നമ്മളെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. പലതും സംഭവിക്കും. എന്ത് സംഭവിക്കും എന്ന് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലൈഫ് അങ്ങനെയാണ്. ഈ ലൈഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലൈഫ് ഈസ് നോട്ട് അരിത്തമാറ്റിക്. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും കണക്ക് കൂട്ടലുകളല്ല. കാരണം നമ്മള് രണ്ടും രണ്ടും കൂട്ടിയാൽ 4 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇല്ല, അറിയില്ലേ? അറിയും. എല്ലാവർക്കും അറിയും. എല്ലാവർക്കും അറിയും. രണ്ടും രണ്ടും കൂട്ടിയാൽ 4. എന്നാൽ
എന്നാൽ ജീവിതത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 2 2 കൂട്ടി കേരളത്തിൽ നിന്ന് 2 2 കൂട്ടി 4 ആണ്. നിങ്ങൾ മദ്രാസ് പോയിട്ട് കൂട്ടി 4 ആണ്. ദുബായ് പോയി കൂട്ടി 4 ആണ്. ആമസോൺ കാട്ടിൽ പോയി കൂട്ടി 4 ആണ്. ആഫ്രിക്ക പോയി കൂട്ടി 4 ആണ്. എന്നാൽ കാനഡയിൽ പോയി കൂട്ടി 4 ആണ്. എന്നാൽ ലൈഫിൽ 2 2 കൂട്ടിയാൽ ലൈഫിന്റെ കണക്ക് പുസ്തകത്തിൽ 4 കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? അങ്ങനെ പറഞ്ഞാൽ ഒരു 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 ഉദാഹരണം പറഞ്ഞാൽ ഒരു റിയാലിറ്റി പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ദുബായില് ഇവിടുന്ന് ദുബായി പോയി ദുബായിൽ നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് റിയാലിറ്റി ആണ് കേട്ടോ. സമയത്ത് അവർക്കൊരു തോന്നൽ കാനഡയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ജോലി കിട്ടും. അങ്ങനെ അവർക്ക് ജോലി കിട്ടി. കാനഡയിലേക്ക് 2 ഭാര്യയും ഭർത്താവും കൂടെ പോയി. അവിടെ നല്ല രീതിയിൽ തുടങ്ങുകയാണ്. ആ സമയത്ത് ഭാര്യയാണോ ഭർത്താവാണോ എന്ന് എനിക്കറിയില്ല. രണ്ടിലാരോ ഒരാൾ അവിടെയുള്ള ആരോ ആയി പ്രേമത്തിലായി, പ്രശ്നത്തിലായി, കുടുംബം തെറ്റി, പ്രശ്നത്തിലായി, കമ്പനിയിൽ പിരിച്ചുവിട്ടു, ജോലി പോയി, എല്ലാം പോയി. ഇപ്പൊ എന്താ ഉണ്ടായത്? 2 2 കൂട്ടിയപ്പോ 4 കിട്ടിയോ? 2 2 കൂട്ടിയപ്പോ 0 കിട്ടിയോ? ഇതാണ് ലൈഫ്. ഇതാണ് ജീവിതം. ഇത് നമ്മളടുത്താണ് ഈ കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തന്നെ സംഭവിച്ചാലും എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ ജീവിതം എനിക്ക് ഏറ്റവും മികച്ചതായി കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കഴിവുകളും എന്റെ ദൈവം എന്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട് എന്നുള്ള ആ സത്യം ആരെല്ലാമാണോ തിരിച്ചറിയുന്നത്, ആ തിരിച്ചറിഞ്ഞിട്ട് അതിനാരെല്ലാമാണോ ഉപയോഗപ്പെടുത്തുന്നത്, അവനാണ് ജീവിതത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം നയിക്കാനും മികച്ചതായി മാറാനും സാധിക്കുക എന്നുള്ളതാണ് ഒരു പരമ യാഥാർത്ഥ്യം. ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ചിന്തകളിൽ നിന്നുണ്ടാവുന്നു. ആറ്റിറ്റ്യൂഡാണ് മാറേണ്ടത്. അടുത്ത സാധനമാണ് ബിഹേവിയർ. എന്താണ് ബിഹേവിയർ? ചിരിക്കാൻ നമുക്ക് പഠിക്കണം. എങ്ങനെ ചിരിക്കാൻ പഠിക്കുക? നമുക്ക് പല ആളുകൾക്കും ചിരിക്കാൻ അറിയില്ല. ചിരിക്കാൻ പഠിക്കണം. നമ്മൾ ചിരിക്കാൻ പഠിക്കണം എന്ന് മാത്രമല്ല, ഇങ്ങനെ ചിരിച്ചു പഠിക്കുമ്പോ എന്താ ഒരു ബെനിഫിറ്റ് അറിയങ്ങള്? ചിരിക്കാനില്ലെങ്കിലും ചിരിച്ചു പഠിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കതൊരു പാറ്റേൺ ആയി മാറും. ഒരു ഹാബിറ്റായി മാറും. അപ്പോ അങ്ങനെ ഹാബിറ്റായി മാറുമ്പോഴുള്ള പ്രയാസം എന്താ വെച്ചാൽ ഉള്ളിലുള്ള പ്രയാസത്തിന് ചെറിയൊരു റിലാക്സേഷൻ കിട്ടും ഓട്ടോമാറ്റിക്കലി. എന്നാൽ നമ്മൾ ആ കൂർത്ത മൂന്തയുമായിട്ട് സങ്കടത്തോട് കൂടിയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ നമുക്ക് എവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുഞ്ചിരിയാണ്. ഈ പുഞ്ചിരിക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ട്. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് ചിരിക്കാനറിയാം. അത് ചിരിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ ആളുകളിൽ ഒരു എനർജി ഉണ്ടാക്കും. ആ എനർജി നമ്മളിലേക്ക് പ്രതിഫലിക്കും. സ്വാഭാവികമായിട്ടും നമ്മളെ ഉള്ളിൽ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ എനർജിയിൽ നിന്ന് നമ്മളുടെ സങ്കടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റി നിർത്താനും തന്റെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനും തന്റെ സന്തോഷങ്ങളെ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും സാധിക്കും. ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവാണ്. അതുകൊണ്ട് നല്ല പുഞ്ചിരി, ഇതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതുണ്ടായാൽ നമ്മളിൽ മാറ്റം ഒരുപാടുണ്ടാവും. അടുത്തെന്താ വെച്ചാൽ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം. ആത്മാഭിമാനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഞാനായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ നമ്മളായി നിൽക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആദ്യത്തെ ഘട്ടങ്ങളായ ഈ സാധനങ്ങൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിക്കണം. ഇതുള്ള ഒരാൾക്ക് മറ്റുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും വെരി ഇമ്പോർട്ടന്റ് കാര്യമാണിത്. അടുത്ത ഡ്യൂട്ടീസ് ആണ്. ഇത് വേഗം പറഞ്ഞു പോണത് നിങ്ങൾക്ക് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു VAK പ്രിൻസിപ്പിൾ കൂടെ പറഞ്ഞുതരാൻ വേണ്ടി അല്ല നസീബ? VAK അല്ലേ? ഹലോ, സർ വിയേക്കന്നെ. VAK അല്ലേ? ഓക്കെ. VAKന്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ടോ? അല്ലല്ലോ? ഇല്ല കൊടുത്തിട്ടില്ല. ശരി. VAK തരാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പോ ഡ്യൂട്ടീസ് ആണ്. എന്താണ് ഡ്യൂട്ടീസ്? നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കടമകളുണ്ട്.
നമ്മൾ ഇങ്ങോട്ടേക്ക് വെറുതെ വന്നതൊന്നുമല്ല. നമുക്ക് ഒരുപാട് കടമകളുണ്ട്. ആ കടമകളെ ആ കടമകളെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം എന്നുണ്ടെങ്കിൽ പാലിക്കുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി സത്യത്തിൽ പ്രകടമാകുന്നത്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ പറയുമ്പോ എന്താ ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറയുമ്പോ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പരാജയങ്ങളും, എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രതിസന്ധികളും ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ അത് പറയുമ്പോ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇങ്ങനെ ഞാൻ എന്റെ കഥകൾ അല്ലെങ്കിൽ എന്റെ റിയൽ ലൈഫിനെ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കത് ഇൻസ്പയറിംഗ് ആവുന്നു. അതുപോലെ തന്നെ എന്റെ ഉള്ളിലും ഒരു എനർജി ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതുപോലെ പല ആളുകളും എന്താ പ്രത്യേകിച്ചാൽ നമ്മളെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ തയ്യാറാവില്ല. നമ്മളിങ്ങനെ മൂടി വെക്കും. എല്ലാം മൂടി വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കും. എല്ലാ സമയത്തും അസ്വസ്ഥരായിരിക്കും. എന്തെങ്കിലും ഒരു വേറെ പ്രശ്നം ഉണ്ടാവുമ്പോ, വേറൊരു വിഷമം വരുമ്പോ, ഈ വിഷമവുമായി കണക്ട് ചെയ്യും. ടോട്ടലി നമ്മൾ ഡൗൺ ആവും. അങ്ങനെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിന്റെ കണ്ടീഷൻ മോശമാകുമ്പോ, സങ്കടം വരുമ്പോ നമുക്ക് ദേഷ്യം വരും. ആ ദേഷ്യത്തിന്റെ പ്രകടനം നമ്മൾ മറ്റുള്ളവരിൽ കാണിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ പോലും അറിയാതെ അത് കാണിക്കുമ്പോ എന്തായാലും റിസൾട്ട് എൻറ്റയർലി മാറും. ഇത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള സാധനം നമ്മൾ ഡ്യൂട്ടീസിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. ഒന്ന്, അതായത് മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വന്നാൽ അതിൽ പങ്കുചേരാൻ പഠിക്കണം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയാൽ കൈയടിക്കാൻ പഠിക്കണം. തന്റെ കൂട്ടുകാരിക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയാൽ അവളെ അഭിനന്ദിക്കാൻ പഠിക്കണം. ഇതെല്ലാം കൊടുക്കുമ്പോഴാണ്, അവർക്ക് കൊടുക്കേണ്ട റെക്കഗ്നൈസേഷൻ നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മളിൽ നമ്മളുടെ ഡ്യൂട്ടി, കടമ നമ്മൾ പൂർത്തിയാക്കപ്പെടുന്നത്. ഇത് ഒരു ഫേക്ക് കോംപ്ലിമെന്റ് കൊടുക്കരുത്. ഒരാളെ എന്തെങ്കിലും വഴി തെറ്റിപ്പോവാണ്, ആ വഴി തെറ്റിപ്പോണ സമയത്ത് അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ കൂടുതൽ പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ നന്നാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് പ്രോത്സാഹനം കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ സുഹൃത്തിന് ഒരു സമ്മാനം കിട്ടിയാൽ നിങ്ങൾ അറിയാതെ കൈയടിക്കാൻ പഠിക്കണം. കഷ്ടപ്പെട്ട് കൈയടിക്കല്ല, അറിയാതെ കൈയടിക്കാൻ പഠിക്കണം. ഇത് നമ്മളെ ഡ്യൂട്ടിയാണ്. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് തിരിച്ച് ഈ സാധനം കിട്ടുള്ളൂ. അവളിൽ നിന്നല്ല, മറ്റാരെങ്കിലും നിന്നോ നമുക്കത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് സംഭവിക്കൂല. എവിടെയാണ് നമ്മളുടെ ഓരോ ഏറ്റവും നല്ല വ്യക്തി എന്നുള്ള നിലക്ക് നമ്മുടെ നഷ്ടങ്ങൾ സംഭവിച്ചത്? ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അയാളിൽ നിന്നുണ്ടാവുന്ന ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാവുന്ന ഒരു വ്യക്തിയിൽ നിന്ന്, ഈ കാര്യങ്ങളെല്ലാം ചേർന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് സിഗ്നലുകൾ പുറത്തേക്ക് വരും. ഈ പേഴ്സണാലിറ്റി ഇങ്ങനെ വരുന്ന ഉള്ള ആളിൽ നിന്ന് ഒരുപാട് സിഗ്നലുകൾ വരും. മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും. മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവും. മറ്റുള്ളവരെ പരിഗണിക്കും. മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? പരിഗണിക്കും. മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. മറ്റുള്ളവരെ കെയർ ചെയ്യും. അതിന് കൂടെ നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ കെയർ ചെയ്യും. മറ്റുള്ളവരുടെ അച്ചീവ്മെന്റുകളെ നമ്മൾ എന്ത് ചെയ്യും? അംഗീകരിക്കും. അവർക്കുള്ള അക്നോളജ്മെന്റുകൾ നമ്മൾ കൊടുക്കും. അവരെ നമ്മൾ തോളിൽ കൈയിട്ട്, എത്ര വലിയ ശത്രുവാണെങ്കിലും അവരെ തോളിൽ കൈയിട്ട് കൊണ്ട് നമുക്ക് നടക്കാൻ പഠിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോ നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മളെ ഉള്ളിലുണ്ടായിരുന്ന ആ മൂകപടലം, ആ മുഖത്ത് മൂടിയിരുന്ന അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ വന്നു ചേർന്നിരുന്ന ആ കവചം നമ്മളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പേഴ്സണാലിറ്റി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മള് ശരിക്കും ശ്രദ്ധിച്ചോ, നമ്മൾ എങ്ങനെ പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്നത്? നമ്മൾ ചെറിയ അതായത് ഒരു സ്കൂളിൽ പഠിച്ച സമയത്ത് നമുക്ക് വേറൊരു പേഴ്സണാലിറ്റി ആയിരുന്നു. വീട്ടിലാവുമ്പോ നമ്മളൊരു വേറൊരു പേഴ്സണാലിറ്റിയാണ്. കല്യാണം കഴിച്ച വീട്ടിൽ പോകുമ്പോൾ നമ്മൾ വേറെ പേഴ്സണാലിറ്റിയാണ്. ഭർത്താവിന്റെ അടുത്ത് കാണിക്കുന്നത് വേറെ പേഴ്സണാലിറ്റിയാണ്. കാമുകന്റെ അടുത്ത് കാണിക്കുന്നത് വേറെ പേഴ്സണാലിറ്റിയാണ്. എല്ലാ സ്ഥലത്തും കാണിക്കുന്ന വേറെ വേറെ പേഴ്സണാലിറ്റിയാണ്. അതിന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആ സമയത്തൊക്കെ ഓരോ മുഖം മൂടി അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇതല്ല സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്, നമ്മളെ യഥാർത്ഥ പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റി എവിടെയാണ് ഉണ്ടായിരുന്നത്? ചെറിയ കുട്ടിയായ സമയത്ത് ഈ വ്യക്തിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാവരും കരുതിയിരുന്നു, എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, എല്ലാവരും നമുക്ക് സ്നേഹമുണ്ടായിരുന്നു, എല്ലാവരും പരിഗണിച്ചിരുന്നു. തന്റെ സുഹൃത്തിന് എന്തെങ്കിലും സമ്മാനം കിട്ടിയാൽ കൈയടിച്ചിരുന്നു, തന്റെ സുഹൃത്തിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ സങ്കടപ്പെട്ടിരുന്നു, അവരെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു, എല്ലാം നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, എല്ലാ സാധനവും നമുക്കുണ്ടായിരുന്നു. ഈ പേഴ്സണാലിറ്റിയാണ് പുറത്ത്. ഇതാണ് ഒറിജിനൽ പേഴ്സണാലിറ്റി. ഒറിജിനൽ പേഴ്സണാലിറ്റി ഇതാണ്. ആ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുക, ഏറ്റവും നല്ല ഭാര്യയാകാൻ കഴിയുക, ഏറ്റവും നല്ല ഉമ്മയാകാൻ കഴിയുക, ഏറ്റവും നല്ല സുഹൃത്താകാൻ കഴിയുക, ഏറ്റവും നല്ല എന്താ പറയാ സഹോദരിയാകാൻ കഴിയുക. നമുക്ക് എന്തെല്ലാം ഡ്യൂട്ടീസ് നമുക്ക് കിട്ടുക, ഏറ്റവും നല്ല എംപ്ലോയി ആകാൻ കഴിയുക, ഏറ്റവും നല്ല ലീഡർ ആവാൻ കഴിയുക, ഏറ്റവും നല്ല മാനേജർ ആവാൻ കഴിയുക. എല്ലാ സ്ഥലത്തും നിങ്ങളുടെ പെർഫോമൻസ് കാണണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സാധനം, അതായത് നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ പേഴ്സണാലിറ്റി പുറത്തേക്ക് വരണം. അത് പുറത്തേക്ക് വരണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം. അതിന് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, ഡെയിലി റൊട്ടീൻ ഉണ്ടാക്കണം, ഡെയിലി കുറെ കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ സാധനം മാറുന്നു. ചിരിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ നമ്മൾ എന്താ പറയുക, നമ്മൾ കുറച്ച് ദിവസം ഒരാൾക്ക് സമ്മാനം കിട്ടി, നമ്മള് കൈയടിക്കാൻ പഠിച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടിക്കും. ഒരാളോട് ചിരിച്ചു പഠിച്ചാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കാണുമ്പോൾ ചിരിക്കും. അത് നമ്മളുടെ ഒരു സ്വഭാവമായി മാറും. അത് എവിടുന്നാ വരിക നിങ്ങളെ? അത് പിന്നെ ഉള്ളിൽ നിന്നാ വരിക. ആദ്യത്തിലൊക്കെ അതിങ്ങനെ പുറത്തുനിന്നാണ് വരിക. എങ്ങനെ? കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചിരിക്കും. എങ്ങനെ ചിരിക്കാം? ശനസത്തിന് അങ്ങനെ ചിരിക്കാം, ഇങ്ങനെ ചിരിക്കും, ഇങ്ങനെ ഇടങ്ങാറായിട്ട് ചിരിക്കും, അല്ലെ? പക്ഷെ കുറച്ച് കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും ചിരിക്കും, അറിയാതെ ചിരിച്ചു പോകും. ആ ചിരി വരുമ്പോ മനസ്സിലാക്കാം എന്റെ യഥാർത്ഥ പേഴ്സണാലിറ്റി ഇതാ. അങ്ങനെ ചിരിക്കുമ്പോ അവര് നമ്മളോട് ചിരിക്കുന്നു, അല്ലെ അവര് നല്ലോണം സംസാരിക്കുന്നു, അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നു, നല്ലൊരു ബന്ധം ക്രിയേറ്റ് ആവണു. അന്ന് അവിടുന്ന് കഴിഞ്ഞു പോകുമ്പോ നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. എന്താണ് കിട്ടാൻ കാരണം? നമ്മളുടെ പേഴ്സണാലിറ്റി കൂടിയപ്പോ അവരുടെ പേഴ്സണാലിറ്റി നമ്മളുടെ പേഴ്സണാലിറ്റി കണക്റ്റഡ് ആയപ്പോ അവരിൽ നിന്ന് നമുക്ക് കുറെ എനർജി കിട്ടി, അവർക്ക് നമുക്ക് കുറെ എനർജി കൊടുക്കാൻ കഴിഞ്ഞു. നമ്മൾ പോലും അറിയാതെ സന്തോഷത്തിന്റെ ദിവസങ്ങൾ ഉണ്ടാവുന്നു. നിങ്ങൾ ആലോചിക്കുന്നേ, ഇഷ്ടപ്പെട്ട ഒരാളെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നിങ്ങൾ ഒരു ദിവസം കാണും. ആ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സംസാരിച്ചു, തുറന്ന് സംസാരിച്ചു, പുഞ്ചിരിച്ചു, വളരെ സന്തോഷത്തോടു കൂടി പെരുമാറിയിട്ട് തിരിച്ചു പോരുമ്പോ ഓരോ നിമിഷങ്ങളും, ഓരോ എത്ര വിഷമം ഉണ്ടെങ്കിലും ഓരോ കാലടികളും എനർജി ഉള്ളതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അതേ സമയം ഒരു ദേഷ്യമുള്ള ആളെ നമ്മൾ കണ്ടു, അറിയാതെ കണ്ടുമുട്ടിയതാണ്, പക്ഷെ അപ്പം മുതൽ അയാളെ കണ്ട അപ്പം മുതൽ നിങ്ങളെ ഉള്ളിൽ ഒരു എന്തുണ്ടായിരിക്കും? ഒരു മുഖം മൂടിയാണ്, ഒരു ചിരിച്ചിട്ടുണ്ടാവും അവളോട്, പക്ഷെ എന്തുണ്ടാവും? ഒരു ഒരു വിഷമത്തിന്റെ, ആ കണ്ടുമുട്ടിയതിന്റെ, അല്ലെങ്കിൽ പഴയ കാലത്ത് ദേഷ്യം ഉണ്ടാവാണ്ടായ കാരണത്തിന്റെ, അതിങ്ങനെ തികട്ടി വന്നിട്ട് നമ്മുടെ ആ വിഷമം കൊണ്ട് ഇങ്ങനെ നടന്നു വരും. ആ സ്റ്റെപ്പുകളും മറ്റേ സ്റ്റെപ്പുകളും നിങ്ങൾ ശരിക്കും ഇമാജിൻ ചെയ്തോക്കെ. എന്നാൽ പണ്ടുള്ള എന്റെ സുഹൃത്തിനെ, അവരുടെ കഥകളോ അവരുടെ വിജയങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് കാലം സന്തോഷിച്ച് ഒന്നിച്ച് കളിച്ചു വളർന്നവളായിരുന്നു. അവളും ഞാനും കണ്ടുമുട്ടിയപ്പോ ഭയങ്കര സന്തോഷം ഉണ്ടായി. ആ സന്തോഷത്തിന്റെ പേരിൽ നമ്മളെ മനസ്സിലാക്കി, അവരെ മനസ്സിലാക്കി, ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും അവർ പറഞ്ഞു. ഒരുപാട് പറഞ്ഞതിന്റെ പേരിൽ ഒരുപാട് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണെങ്കിൽ നേരെ മറിച്ച്, അതിനാണ് പറഞ്ഞത് ഫോർഗീവ്നെസ്. അവർ നമ്മൾ തല്ലിയതായിരിക്കാം, അവർ നമ്മൾ ദേഷ്യപ്പെട്ടതായിരിക്കാം, അവരെ നമ്മൾ ഇഷ്ടമല്ല പറഞ്ഞതായിരിക്കാം, നമ്മളെ സന്തോഷിപ്പിക്കാത്തവരായിരിക്കാം, നമ്മളെ സഹായിക്കാത്തവരായിരിക്കാം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മളോട് പെരുമാറാത്തവരായിരിക്കാം, നമ്മളെ തല്ലിയവരായിരിക്കാം, ആക്രമിച്ചവരായിരിക്കാം, നമ്മൾ വിഷമിപ്പിച്ചവരായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നിരുപാധികം നിങ്ങളൊന്ന് വിട്ടു മാപ്പാക്കി കൊടുത്തോക്കി. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് നിങ്ങൾ ഒരു ലിസ്റ്റ് എടുക്കുക, എന്നിട്ട് ലിസ്റ്റ് എടുത്തിട്ട് എഴുതുക, എനിക്ക് ഇഷ്ടമല്ലാത്ത ആളുകൾ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത, ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ എന്താ പറയാ ഞാന് കാണാൻ ആഗ്രഹിക്കാത്ത, സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത, എനിക്ക് ദേഷ്യമുള്ള, അവർക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾ, ചെറുതോ വലുതോ എന്നല്ല, ഒരു പേപ്പറിൽ എഴുതാം. ആ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് വെച്ചാൽ കണ്ണടച്ചിരിക്കുന്നു,
ആ പേപ്പറിലുള്ള ആദ്യത്തെ ആളെ, ആ സംഭവത്തെ, ഇൻസിഡന്റിനെ നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു, അന്നുണ്ടായ രംഗം. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും, സങ്കടം വരും. നിങ്ങൾ എന്ത് ചെയ്യാണ്? അതിനെ നേരെ നേരെ എന്ത് ചെയ്യാണ്? ഓൾ എന്നോട് എന്ത് ചെയ്താലും ഞാൻ അവൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, ഇന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല, അവളോട് ദേഷ്യമില്ല എന്നുള്ള ഒരു മനസ്സിന്റെ അവസ്ഥ നിങ്ങൾ കൊടുത്തിട്ട് ഒരു നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് ഒരു മെഡിറ്റേഷൻ ചെയ്ത് നോക്കി. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഉള്ളിൽ നിന്ന് സാവധാനം ആ ദേഷ്യം മാറി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ തലയിലുണ്ടായിരുന്ന, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വലിയ ഹിമാലയ പർവ്വതത്തിന് ഒഴിവാക്കിയവ. എന്നിട്ട് അടുത്ത ആളെടുക്കാം, കണ്ണ് തുറന്നതിന് ശേഷം അടുത്ത ആളെടുക്കാം. അങ്ങനെ ഓരോരുത്തരായിട്ട് നിങ്ങൾ ഒഴിവാക്കുന്ന ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്ത് നോക്കി. ഭയങ്കര റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ടൊക്കെ ഭയങ്കര മാറ്റം ഉണ്ടാവും. ഒറ്റക്കിരുന്ന് ചെയ്താൽ മതി. ഒറ്റക്കിരുന്ന് ചെയ്താൽ മതി. ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേ ഞാനിതൊക്കെ പറഞ്ഞതിന് ഇപ്പൊ പേഴ്സണാലിറ്റി വർദ്ധിക്കാനുള്ള സാധനങ്ങളാ പറഞ്ഞെ. ഞാന് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോ എന്റെ കൂടെ ആകെ 7 പേരുള്ളൂ ഞങ്ങള്. 7 പേരാണ്. മഞ്ചേരിയാണ് പഠിക്കണേ. 7 പേരാണല്ലോ കേട്ടോ. പക്ഷേ ഈ 7 പേരില് ഒരു അച്ഛനുണ്ട്, അയാളെ മകനുണ്ട്, ഒരു ടീച്ചറുണ്ട്, പിന്നെ ഒരു അക്കൗണ്ടന്റ് ഉണ്ട്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ അച്ഛനും മകനും കണ്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഭയങ്കര സുഹൃത്തുക്കളെ പോലെയാണ്. ഒരു മകനേ ഉള്ളൂ അയാൾക്ക്. ഈ മകന് കുട്ടികളൊന്നും ഇല്ല. കുറെ കല്യാണം കഴിച്ച അയാൾ പ്രൊഫസറാണ്. മറ്റേയാൾ ഇന്ത്യൻ ഓയിൽ കമ്പനിയിൽ നിന്ന് റിട്ടയർഡ് ആയ ആളാണ്. നല്ല അടിപൊളി ആളുകളാണ്. പക്ഷെ നമ്മുടെ ഒന്നിച്ചിങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം എന്റെ സാറ് പറഞ്ഞു. അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും മടി എഴുതാൻ. കാരണം ശത്രുക്കളെ പേര് എഴുതാന്നൊക്കെ പറയുമ്പോ ഭയങ്കര സങ്കടമല്ല, എന്നിട്ട് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, എനിക്ക് സാറേ ആരോടും ഒരു ദേഷ്യവുമില്ല. ഇയാൾ പറയാണ്, ഞാനൊക്കെ എഴുതിയ ആരെയും കിട്ടൂല എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാലും നിങ്ങളൊന്ന് എഴുതി നോക്കി സാറാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ മൂലയിൽ ഇരുന്നിട്ട് എഴുതൽ പറഞ്ഞു. എഴുതൽ തുടങ്ങിയിട്ട് 23 ആളോ 24 ആളായിട്ട് ഇയാളെ ലിസ്റ്റിൽ വന്നു. ആരുമില്ല എന്ന് പറഞ്ഞ ആൾക്കാർ. മനസ്സിലായോ? എനിക്ക് 4-5 പേരുണ്ടായിരുന്നു. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നത്തിലായി. ഇപ്പൊ എന്താ കാര്യം അറിയങ്ങളെ? സ്വന്തം അമ്മനോടായിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. സ്വന്തം മാതാവിനോടായിരുന്നു ദേഷ്യം. അറിയാതെ ഉണ്ടായിരുന്ന ദേഷ്യം. ടീച്ചർ മാറി. ടീച്ചറുടെ സ്വഭാവം മാറി. ടോട്ടലി മാറി. നമ്മള് ചെയ്യുമ്പോഴേ ആവൂ. ചെയ്യുമ്പോഴേ ആവൂ. ഞാൻ എന്റെ തലയിലുണ്ടായിരുന്ന ഭാരം, എനിക്കുണ്ടായിരുന്ന ദേഷ്യം എന്ന് വെച്ചാൽ എന്നെ പറ്റിച്ചു പോയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്റെ കാശൊക്കെ പറ്റിച്ചു പോയ ഒരു 5-6 ലക്ഷം രൂപ മൊത്തം കുറെ ആൾക്കാരുണ്ടായിരുന്നു. പറ്റിച്ചു പോയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഒരാൾ എനിക്ക് 2 ലക്ഷം രൂപ തരാണ്ട്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ 2 ലക്ഷം രൂപ തരാണ്ട് ഓനെ ഞാൻ ഒഴിവാക്കി വെച്ചു. നിഷാസ് നിഷാസ് സാർ നിങ്ങൾക്ക് കിട്ടോ, കാശ് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ ചോദിച്ചു. ഒരു പ്രതീക്ഷയില്ല, ഒഴിവാക്കി കളി, കിട്ടണേ കിട്ടിക്കോളൂ, നിങ്ങൾ അതിനെ ഒഴിവാക്കി നോക്കി, ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്കി എന്ന് പറഞ്ഞു. ചെയ്തു. ആ റിസൾട്ടാണ്. എന്താ ഇതിന്റെ പ്രത്യേകത അറിയങ്ങളെ? നമ്മളെ പ്രവർത്തനത്തിന്, നമ്മളെ എഞ്ചിന്റെ പ്രവർത്തനത്തിന്റെ സ്പീഡ് കൂടും, പെർഫോമൻസ് കൂടും, റിസൾട്ടുകൾ കൂടും. പിന്നെ നമ്മൾ തന്നെ, നമ്മൾ പോലും അറിയാതെ അപ്പുറത്തെ ആൾക്കാർ എനിക്ക് എന്താ പറ്റിച്ച് ഭയങ്കര ഉഷാറായല്ലോ, ഭയങ്കര സന്തോഷമായല്ലോ, ഭയങ്കര ഹാപ്പി ആയല്ലോ, എന്താ എനിക്ക് നല്ല മാറ്റം കിട്ടും എന്ന് പറയല് തുടങ്ങും. അപ്പോഴേ നമുക്ക് മനസ്സിലാവുക ഞാൻ ആ ചെയ്തിന്റെ റിസൾട്ട്. ഇതൊന്ന് ചെയ്ത് നോക്കി, നിങ്ങളെ പേഴ്സണാലിറ്റി ഒക്കെ മാറും. ഭയങ്കര സാധനം. ഞാൻ ഈ നമ്മളെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബിൽ കുറെ സാധനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഷിഫാന ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, ഞാൻ ഒന്ന് രാത്രി പറയാം, ക്ലിയർ ചെയ്ത് തരാം. ഷിഫാന അവിടെ ഉണ്ട്, എനിക്ക് ആരെ രാത്രി ക്ലിയർ ചെയ്യാം. അപ്പോ ഇതൊക്കെ പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. നമ്മള് ഈ മനസ്സിനെ നിയന്ത്രിക്കാനും ബ്രെയിനെ ട്രെയിൻ ചെയ്യാനും പഠിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ സാധിക്കില്ല. ഇതൊരു സത്യം, പരമ യാഥാർത്ഥ്യമാണ്. സാധിക്കില്ല. എന്നാൽ ഇതിനെ രണ്ടിനെയും നമ്മൾ ദിവസവും ഇതിന്റെ മേലിൽ പണിയെടുത്താൽ നമ്മൾ മാറും. നമ്മൾ മാറുന്നല്ല, നമ്മളെ ചുറ്റുപാട് മാറും, നമ്മുടെ കുടുംബം മാറും, നമ്മളെ ദേഷ്യം ഉണ്ടായിട്ട് നമ്മളോട് ഇഷ്ടമില്ലാത്ത ഭർത്താവ് മാറും, നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് അമ്മായിമ്മ മാറും, നമ്മളെല്ലാവരും മാറും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു ഭയങ്കര സംഭവമാണ്. ഞാനിത് നിങ്ങളോട് അത്ര ഉറപ്പിച്ച് പറയാൻ കാരണം, ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു സാധനം ഞാൻ നിങ്ങളോട് പറയും.
ഞാൻ പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയില്ല. എന്റെ ലൈഫിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കിയത് അത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കലോ നിങ്ങളോട് പറയൂ. അല്ലാത്ത മാറും. അല്ലാതെ ഞാൻ പറയില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളടുത്ത് വരുമ്പോ പഠിക്കാൻ ബുക്ക് എടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യം ഒന്നുമില്ലാത്തത്. ഞാൻ ഇന്നിപ്പോ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാനും ഞാൻ എന്റെ ബുക്സ് ഒന്നും എടുത്ത് പഠിച്ചിട്ടില്ല. ഞാൻ പോയിന്റ് മാറരുത് എന്ന് എഴുതിയിട്ട് മാത്രം ജസ്റ്റ് ഇവിടെ പോയിന്റ് ചെയ്ത് വെച്ചു. എഴുതിയില്ല. എന്താ കാരണം എന്ന് വെച്ചാല് പ്രാക്ടീസ് ചെയ്ത ഒരു കാര്യം പറഞ്ഞു തരാന് പുസ്തകം എടുത്ത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് ഇപ്പൊ പറയണേ കഞ്ഞി വെക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് ഞാൻ ഒരു മിനിറ്റ് സാറ് ഞാൻ എന്റെ റെക്കോർഡ് എടുത്ത് പഠിച്ചാട്ടെ എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവോ? ഇല്ല. കാരണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത സാധനമാണ്. അത് പ്രാക്ടീസ് ചെയ്തതാണ്. അതുകൊണ്ട് ആവശ്യമില്ല. ഇതേപോലെയാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ മാറ്റാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മള് ചില ആൾക്കാർക്ക് എന്ത് ജോലി കിട്ടും. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ ജോലി കിട്ടൂല. ജോലിക്ക് പോകാൻ കഴിയില്ല. എന്താ കാര്യം? മൈൻഡ് ബ്ലോക്ക്ഡ് ആണ്. കാരണം ഞാനൊരു MBA കാരനാണ് എന്നുള്ള തോന്നലുണ്ടെങ്കിലും അയാൾക്ക് ആ തോന്നൽ അയാൾ എന്ത് ചെയ്യിക്കാൻ കഴിയുന്നില്ല, ഒരു സാധാരണ ജോലി ചെയ്യിക്കാൻ സാധിക്കുന്നില്ല. മൈൻഡ് ബ്ലോക്ക്ഡ് ആണ്. അയാൾ നല്ല ഡ്രസ് ചെയ്യും, ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ 20% ഒക്കെ പെർഫോമൻസ് ഉഷാറാണ്, പക്ഷെ 80% മോശമാണ്. 80% പ്രോബ്ലം. ഇതാണ് പ്രശ്നം. പിന്നെ നമ്മളെ കുട്ടികൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല. ചില ആൾക്കാർക്ക് വലിയ കുട്ടികളൊക്കെ ഉണ്ടായി, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കൂല. ഞാൻ എന്റെ അമ്മയല്ലേ, ഞാൻ എന്റെ ഉമ്മയല്ലേ, ഞാൻ പറഞ്ഞത് ഇയാൾ കേട്ടാ മതിയെ. അല്ല, കേൾക്കാൻ സമയം കൊടുക്കണം, കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കാനും നമ്മളുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യാൻ പഠിക്കണം. ചിന്തകളെ നിയന്ത്രിച്ചാൽ മാത്രം പോരാ, എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളെ ബ്രെയിനെ പറഞ്ഞ് പഠിപ്പിക്കുമാണ്. അതാണ് ബ്രെയിനെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞത്. എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മളുടെ ബ്രെയിനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് ജോലി കിട്ടൂല. ചില ആൾക്കാർക്ക് ജോലി കിട്ടും, ശ്രദ്ധിച്ചു കേട്ടോ, ജോലി കിട്ടും, പക്ഷെ ജോലി ചെയ്യാൻ കഴിയില്ല. കുറച്ചു ദിവസം ചെയ്യുമ്പോത്തിന് തിരിച്ചു വരും. അതൊന്നും ശരിയില്ല, അതൊന്നും റെഡി ആയിട്ടില്ല, എനിക്ക് പറ്റിയ മാതിരിയായില്ല. എന്താ കാരണം അറിയങ്ങളെ? നമ്മളെ ഉള്ളിലുള്ള ആ എനർജി അത്രേ ഉണ്ടാവുള്ളൂ. ആരെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ മൈൻഡ് ബ്ലോക്ക്ഡ് ആയിരിക്കും. ഇതൊക്കെ മാറണമെങ്കിൽ ഈ 80% റെഡി ആവുന്നതാണ്. ഈ 80% റെഡി ആവാത്ത ഒരാൾക്കും ജീവിതത്തിലും പ്രൊഫഷനിലും രക്ഷപ്പെടാൻ പറ്റില്ല. പറയുമ്പോ പലർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ രക്ഷപ്പെടൂല. ഗ്യാരണ്ടിയാണ്, ഗ്യാരണ്ടി രക്ഷപ്പെടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചേ. എന്നും എന്താ പറയാ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കേട്ടോ പറയുന്നോണ്ട്. കല്യാണം കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്ന തന്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് ഇപ്പൊ ദേഷ്യക്കാരനായത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളായി മാറിയത്? എന്താണ് സംഭവിച്ചത്? നിങ്ങളൊന്ന് ചിന്തിച്ചോക്കൊണ്ട്, നിങ്ങളോടൊന്ന് ചോദിച്ചോക്കൊണ്ട്. നിങ്ങളെ കാര്യം എനിക്ക് അറിയില്ലല്ലോ. ഞാൻ ഉദാഹരണം പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചോദിക്കണം. ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അമ്മായിമ്മ ശത്രുവായത്? നിങ്ങളൊന്ന് ചോദിച്ചോക്കോണ്ടേ. നമ്മളെപ്പോഴും അമ്മായിമാന്റെ കുറവുകൾ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാരെ കുറവുകൾ മാത്രമേ കാണൂ. അല്ല, നമ്മളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്നിട്ട് നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് നോക്കി. ഞാൻ എങ്ങനെയാണ്, എന്റെ പ്രവർത്തനം എങ്ങനെയാണ്, നിങ്ങളൊന്ന് നോക്കി. എന്നിട്ട് ഇതിനൊന്ന് നിയന്ത്രിക്കാൻ പഠിച്ചിട്ട് ബ്രെയിൻ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചു നോക്കി. ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്ന് ട്രെയിൻ ചെയ്ത് നോക്കി. നിങ്ങളെ ലൈഫ് കളറാവും. സത്യം. നിങ്ങളെ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് എല്ലാവരും ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങളെ വീട്ടിലുള്ളവർ ഇഷ്ടപ്പെടും. നിങ്ങളുടെ ആദ്യത്തെ ആ ഇഷ്ടപ്പെട്ട ഏറ്റവും സന്തോഷം ഉണ്ടായിരുന്ന ആ ദിവസങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരും, അതിലേറെ പവർഫുൾ ആയിട്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. കാരണം ഭർത്താവിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പ്രഹരങ്ങളോ ദേഷ്യങ്ങളോ ഒന്നും ഏൽക്കാത്ത സാഹചര്യം വരുമ്പോ നിങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ പറ്റും. ആര് പറഞ്ഞാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ എടുക്കണോ എടുക്കണ്ടേ നമുക്ക് പിന്നെ തീരുമാനിച്ചാൽ മതി. അയാളെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് അയാളുടെ ചിന്തകളിൽ നിന്ന് പറയുന്നതാണ്.
അങ്ങനെ നിങ്ങൾ ആലോചിക്കും ശരിക്കും നമുക്കൊരു പ്രത്യേകത നമ്മള് ഈ ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ പെൺകുട്ടികളാണ് നമ്മൾ വീട്ടില് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിലും നമ്മൾ ചെന്നിട്ട് കുറച്ച് സമയം ഇപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ തിരക്കായി വളരെ ജോലിയൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ കുറച്ച് സാധനങ്ങൾ ചിലപ്പോ നമ്മളെ അതുവരെയുള്ള വാട്സപ്പോ മെസ്സേജ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് ഭാര്യമാരായ നിങ്ങൾ, അതായത് ഭാര്യമാരായ നിങ്ങൾ ഇപ്പൊ ആണുങ്ങളാണ് അങ്ങനെ ഇരിക്കണമെങ്കിൽ വന്നിട്ട് എന്ത് പറയും, നിങ്ങൾ ഇവിടെ വന്നാലും ഇതന്നെയാണ്, ഞാനൊന്നൊരു 5 മിനിറ്റ് എത്ര സമയമായി നിങ്ങളെ കാത്തിക്കണോ, നിങ്ങൾക്ക് ഇന്റെ കൂടെ നിന്ന് സംസാരിച്ചൂടെ. നമ്മൾ മനസ്സിലാക്കുക അത് അയാളുടെ ഒരു സമയമാണ്, കുറച്ച് സമയം അത് അയാൾക്ക് കൊടുക്കണം. ഇനി നിങ്ങൾക്കാണ് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നിങ്ങളും അങ്ങനെ ചിന്തിച്ച് പഠിക്കണം. അത് എന്റെ സമയമാണ്, അത് കുറച്ച് സമയം എടുക്കണം. ഇത് പരസ്പര വിശ്വാസത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും അതിൻ്റെതായ സമയങ്ങളുണ്ട്. ആ സമയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ ജീവിതം സന്തോഷകരവും സമാധാനപരവും നമ്മൾ ആഗ്രഹിച്ച പോലെ ആവുള്ളൂ. ഇതൊക്കെ പേഴ്സണാലിറ്റി തന്നെയാണ്. ഒരു പേഴ്സന്റെ മുന്നിൽ വരേണ്ട മുഖാവരണം എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥ മുഖമാണെങ്കിൽ അയാളുടെ ഭംഗി ഭയങ്കരമായിരിക്കും. എന്നാൽ അത് താൽക്കാലികമായിട്ട് കെട്ടിക്കൂട്ടിയതാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്ക് അത് പതറിപ്പോവും, അത് തെറിച്ചു പോവും, നമ്മളിൽ നിന്ന് കൈവിട്ടു പോവും. പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. ഇതൊക്കെ ജീവിതത്തിന്റെ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈഫ് ഈസ് നോട്ട് അരിത്തമാറ്റിക്. ഇത് ശരിയാവണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുക, നമ്മളെ ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതനുസരിച്ച് നമ്മളുടെ ബ്രെയിനെ നമ്മൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യാൻ പഠിക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, പരിശീലിപ്പിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ ബ്രെയിൻ ആ ലെവലിൽ നിന്ന് താഴേക്ക് പോരുന്നു. അതാണ് ബ്രെയിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ചെയ്തേ പറ്റുള്ളൂ. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ല വെച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ഇത് ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. എന്തെല്ലാം ഇപ്പോ നിങ്ങൾക്ക് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉണ്ടോ, ചെറിയ സങ്കടങ്ങളായിരിക്കും ഉണ്ടെങ്കിൽ അതിനെ മാറാനുള്ള ഒരു വഴി കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ മാറുമ്പോഴേ സന്തോഷത്തിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല അമ്മയാകാൻ പറ്റുള്ളൂ, നല്ല ഭാര്യയാകാൻ പറ്റുള്ളൂ, നല്ല ഒരു എംപ്ലോയി ആകാൻ പറ്റുള്ളൂ, നല്ലൊരു സ്റ്റുഡന്റ് ആകാൻ പറ്റുള്ളൂ, നല്ലൊരു കൂട്ടുകാരിയാകാൻ പറ്റുള്ളൂ, നല്ലൊരു സഹോദരിയാകാൻ പറ്റുള്ളൂ. എന്തെല്ലാം പൊസിഷനുകൾ നിങ്ങൾ കൈകാര്യം ചെയ്തോ അവിടെയൊക്കെ നല്ലത് എന്ന് പറയുന്ന ഇപ്പുറത്തുള്ള 2 അക്ഷരം കൊണ്ടുവരാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം റെഡിയാണ്. കാരണം നമ്മളെ ഒരു 200 പേജിന്റെ ബുക്ക് പഠിച്ചിട്ടോ 500 പേജിന്റെ പുസ്തകം പഠിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മളെ കുറിച്ച് പഠിക്കണം. പുസ്തകങ്ങളില്ലാത്ത, റെക്കോർഡുകളില്ലാത്ത നമ്മളെ പഠിക്കണം. ഞാൻ എന്നെ പഠിക്കണം. എന്നിട്ട് എന്റെ കഴിവുകളെ ഞാൻ മനസ്സിലാക്കണം. ആ കഴിവുകളിലേക്ക് എനിക്ക് ആവശ്യമുള്ളതിനെ കണക്ട് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയാണ് നല്ല ഒരു പേഴ്സണായി മാറാൻ പറ്റും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ CC ടൈപ്പ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എൻട്രൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്തിരും ചോദിക്കാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ CC ടൈപ്പ് ചെയ്യാം. എന്തുണ്ടെങ്കിലും ചോദിക്കാം. അറിയുന്നതാണ് ഞാൻ പറഞ്ഞുതരും, അല്ലാത്ത നോക്കി പറയാം. മിക്കവാറും മുഖങ്ങളൊക്കെ എന്റെ മുന്നിൽ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, യെസ്, ഗുഡ്, യെസ്, ഗുഡ്. ഇനി നമ്മൾ വേറൊരു പാർട്ടിലേക്കാണ് കിടക്കാൻ പോകുന്നത്, അതുകൊണ്ടാണ് പറയാൻ കാരണം. ഇനി ഞാൻ പറയാൻ പോകുന്ന സാധനങ്ങൾ ബ്രെയിൻ്റെ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ദ ലാംഗ്വേജ് ഓഫ് ബ്രെയിൻ? നമ്മളുടെ ബ്രെയിൻ്റെ ലാംഗ്വേജ്. നമ്മുടെ ബ്രെയിൻ ഒരു ലാംഗ്വേജ് ഉണ്ട്. എന്താ ലാംഗ്വേജ്? ഇപ്പോ തമിഴ്നാട്ടിലുള്ള ഒരാൾക്ക് തമിഴ് പറഞ്ഞാലേ മനസ്സിലാവും, അല്ലെ? അപ്പൊ നമ്മൾ പറയും അതാണ് ലാംഗ്വേജ്. എന്നാൽ അതേപോലെ നമ്മളെ ബ്രെയിൻ ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് നമുക്ക് തമിഴ് കേട്ടാലാണ് തമിഴിന് മനസ്സിലാവും, ആണോ അല്ലെ? നമുക്ക് മലയാളം കേട്ടാലാണ് നമുക്ക് മനസ്സിലാവും, അല്ലെ? അപ്പൊ നമ്മൾ പറയും അത് നമ്മളെ ലാംഗ്വേജ് ആണ്. അതേപോലെ നമുക്കൊരു ലാംഗ്വേജ് ഉണ്ട്, തമിഴ്. നമ്മളെ ബ്രെയിനിന് ഒരു ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് ആണ് നമ്മൾ പഠിക്കുന്നത്.
ആ ലാംഗ്വേജ് കൊണ്ടാണ് ലോകത്തിലുള്ള സകലമാന കാര്യങ്ങളെയും ഇന്ന് ബിസിനസ് ലോകത്തിനെ പോലും മാറ്റിമറിച്ചിട്ടുള്ള ആ ബ്രെയിൻ്റെ ലാംഗ്വേജ് സയൻസ് പരമായിട്ട് യൂട്ടിലൈസ് ചെയ്യൽ തുടങ്ങിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ബിസിനസ് പരമായിട്ടും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ വലിയ വലിയ ബിസിനസ്സുകളും വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മളുടെ തന്നെ ജീവിതത്തിനെ മാറ്റിമറിച്ചിട്ടുള്ളതും ഈ ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഈ ബ്രെയിൻ്റെ ലാംഗ്വേജിന്റെ പ്രത്യേകത, അതായത് നമുക്ക് ബ്രെയിൻ്റെ ലാംഗ്വേജിന്റെ പ്രത്യേകത നമ്മളിത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മള് ബ്രെയിൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VAKOG, വാക്കോക്ക്. ഇതാണ് ബ്രെയിൻ്റെ ലാംഗ്വേജ്. വിഷ്വൽ, ഓഡിറ്ററി, കനസ്തറ്റിക്, ഓൾഫാക്ടറി, ഗസ്ട്രോട്ടറി. പച്ച മലയാളത്തിൽ പറഞ്ഞാല് കാഴ്ച, കേൾവി, അനുഭവം, മണം, രുചി. ഇതിനൊന്നും കൂടെ പറയും ഡോർസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ പറയാം. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിന്റെ വാതിലുകൾ, കമ്മ്യൂണിക്കേഷന്റെ വാതിലുകൾ എന്നും കൂടെ പറയും. സയൻസ് ആണ്. എന്താണ് നമ്മളെ ഉള്ളിൽ നടക്കുന്ന ഇതുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. മുൻകൂട്ടി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കഴിയുമെന്ന്, അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് അയച്ചു തരാന്നത്. ഇത് ടീച്ചേഴ്സ് അയച്ചു തന്നിട്ട് എന്താന്നുള്ളത് ടീച്ചേഴ്സ് പറഞ്ഞു. ഓക്കെ, സ്ക്രീനിൽ ഷെയർ ചെയ്യണോ? സ്ക്രീനിൽ ഷെയർ ചെയ്താലൊന്നും കുട്ടികൾക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാൻ എന്താന്ന് പറഞ്ഞിടാം. സ്ക്രീനിൽ ഷെയർ ചെയ്തോ, എന്നിട്ട് ഞാൻ എന്താന്ന് പറഞ്ഞോണ്ട് ഇപ്പോഴല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പൊ ഒന്ന് ഷെയർ ചെയ്താൽ എന്താന്ന് പറഞ്ഞോണ്ട് എന്നിട്ട് അവർക്ക് അയച്ചു കൊടുത്ത് അവർ ചെയ്തോളൂ. ഓക്കെ, അപ്പോ ഈ ഭാഷ, ബ്രെയിനിന്റെ ഭാഷ, ഇത് മനസ്സിലാക്കിയാൽ, നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കിയാൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറെ ഒഴിവാക്കാം. റെഡി? ഓക്കെ, മനസ്സിലായോ? ഇതില് ഈ രുചിയും മണവും തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇത് രണ്ടും അവിടെ നിൽക്കട്ടെ. VAK പ്രിൻസിപ്പിൾ എന്നാണ് ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജോലിയും പ്രൊഫഷനും ലൈഫിലും ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റങ്ങൾക്കുള്ള അനുയോജ്യമായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമായിട്ടും നിങ്ങളുടെ പ്രൊഫഷനായിട്ടും നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, എന്താണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്, എവിടെയാണ് പ്രോബ്ലംസ് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ ഇപ്പൊ ഈ പഠിപ്പിച്ചു തരാൻ പോണ സാധനം. നമ്മള് എന്താ സാധനം മനസ്സിലായോ? മനസ്സിലാവുണ്ടോ? ഇല്ലേ? മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇതില് നമ്മള് ഒരു സാധനം കാണുന്നു. വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച. ഓക്കെ, നമ്മളൊരു സാധനം കാണുന്നു. ഓക്കെ, നേരെ നമ്മുടെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് അത് കയറുന്നു. നമ്മളൊരു സാധനം കേൾക്കുന്നു, നേരെ ബ്രെയിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. നമ്മളൊരു സാധനത്തിനെ അനുഭവിച്ചറിയുന്നു, ബ്രെയിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മള് എന്ത് ചെയ്യുന്നതും രുചിക്കുന്നതും മണക്കുന്നതും അല്ല, ഇതെല്ലാം ബ്രെയിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഈ ബ്രെയിൻ്റെ ഉള്ളില് ഒരു ഫിൽട്ടർ ഉണ്ട്. അവിടെയാണ് പ്രത്യേകത. ഈ ഫിൽട്ടർ ഭയങ്കര സംഭവമാണ്. ഇതാണ് എല്ലാം മാറ്റിമറിക്കുന്ന സാധനം. ഈ ഫിൽട്ടറിന്റെ പേരാണ് GDD. എന്താണ്? GDD. GDD. കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. GDD.
എന്താണ് GDD? ഇപ്പൊ നമ്മളൊരു സാധനം കാണുന്നു. ആ കാണുന്നതിനെ നമ്മളുടെ ഫിൽറ്ററിലേക്ക് ഇടുന്നു. ആ ഫിൽറ്റർ ആകുമ്പോ എന്താണ്? അതിനൊന്ന് അരിച്ചിട്ടാണ് ആ ഫിൽറ്ററിൽ എന്താ സംഭവിക്കണം നോക്കാം. GDD. ഒന്നിരിക്കലും G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസേഷൻ. എന്താണ് ജനറലൈസേഷൻ? നമ്മൾ പറയാണ്, ഉദാഹരണമായിട്ട് ഇപ്പോ ഏതെങ്കിലും ഒരു കാര്യം സീരിയസ് ആയിട്ട് നിങ്ങളോട് വന്ന് പറയണം. അപ്പൊ നിങ്ങൾ പറയാണ്, അതിപ്പോ എന്താ എല്ലായിടത്തും ഉള്ളതല്ലേ. ദാറ്റ് ഈസ് ജനറലൈസേഷൻ. നിങ്ങൾ എന്തോ ഒരു കാര്യം കാണാണ്, അതൊന്നും ഇപ്പൊ പ്രശ്നമല്ല ആൾക്കാർക്ക്, അതൊക്കെ ഇപ്പൊ എല്ലായിടത്തും ഉള്ളതാണ്. ദാറ്റ് ഈസ് ജനറലൈസേഷൻ. എന്തെങ്കിലും ഒരു കാര്യം അനുഭവിക്കാണ്, അപ്പൊ നിങ്ങൾ പറയാം അതൊക്കെ ഇപ്പൊ എപ്പോഴും ഉള്ളതല്ല, അതൊന്നും ഇപ്പൊ കാര്യമാക്കണ്ട. ദാറ്റ് ഈസ് ജനറലൈസേഷൻ. ഓക്കെ, ജനറലൈസേഷൻ. അല്ലെങ്കിൽ അടുത്ത എന്താ? G പറഞ്ഞു. D, ആദ്യത്തെ D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീഷൻ. ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോകും. ഡിലീഷൻ തന്നെ കുറെ സ്റ്റെപ്പ് ഉണ്ട്, നമ്മൾ തൽക്കാലം ബേസ് പഠിച്ചാൽ മതി. ഡിലീഷൻ എന്താണ്? ഡിലീഷൻ നമ്മളോട് ഇപ്പൊ വീട്ടില് വന്നിട്ട്, ഇപ്പോ ഷിഫാനന്റെ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വീട്ടില് വന്നിട്ട്, നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളും കുട്ടികളൊക്കെ മാത്രമേ ഉള്ളൂ, ഭർത്താവോ അല്ലെങ്കിൽ വീട്ടിൽ ഉപ്പ ഒക്കെ ജോലിക്ക് പോയതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ വീട്ടിലുള്ള സമയത്ത് നിങ്ങളുടെ ഒരു ബന്ധു നിങ്ങളെ വീട്ടിൽ വന്നിട്ട് കല്യാണം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്റെ മോളെ കല്യാണാണ്, പിന്നെ കത്തൊന്നും തന്നിട്ടില്ല, കല്യാണം പറഞ്ഞു, കല്യാണം ഉണ്ട്, ഇന്ന ദിവസമാണ്, ഇന്ന സ്ഥലത്താണ്, എല്ലാം പറഞ്ഞു അയാൾ പോയി. നിങ്ങള് വൈകുന്നേരം നിങ്ങളുടെ രക്ഷിതാവ് അല്ലെങ്കിൽ വീട്ടിലുള്ള ആള് വന്നപ്പോ നിങ്ങൾ അയാൾക്ക് അത് പറഞ്ഞു കൊടുക്കാണ് രാത്രി വൈകുന്നേരം. പിന്നെ ഇന്ന ആള് വന്നിരുന്നു, കല്യാണം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ദിവസാണ്, അപ്പോ എവിടെ വെച്ചാണ് ഞാൻ മറന്നു. ദാറ്റ് ഇസ് എ ഡിലീഷൻ. അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് മറന്നു, അതാണ് ഡിലീഷൻ. ഓക്കെ, ഇപ്പോ ഒന്ന്. അടുത്ത സാധനത്തിന്റെ പേരാണ് ഡിസ്ട്രോഷൻ. നമ്മളെ വക കുറച്ചങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഇപ്പോ വീട്ടില് നിങ്ങളെ ഹസ്ബൻഡ് ഇവിടെ അല്ല, അപ്പോ അമ്മായിമാനെ പറ്റിയിട്ട് ഹസ്ബൻഡ് വിളിക്കുന്ന നേരത്തെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് അമ്മായിമ്മ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ്? നിങ്ങൾ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഈ അമ്മായിമാനെ പറ്റിയിട്ട് ഭർത്താക്കന്മാരോട് പറഞ്ഞവർക്ക് പറ്റൂല. അപ്പൊ നിങ്ങൾ ആരോട് പറയാം? നിങ്ങളെ അമ്മാരോട് വിളിച്ചിട്ട് പറയാണ്, എന്താണ്? കുറച്ച് കയറ്റിയിട്ട് നിങ്ങൾക്കുള്ള കുറച്ച് മസാലയും കൂടെ കയറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കുക. ഈ മൂന്നിന് ഏതെങ്കിലും ഒരു സംഭവിക്കും ഒരു കാര്യത്തിൽ. ഇതാണ് ഫിൽറ്ററിന്റെ ഉള്ളിൽ ഇതാണ് സംഭവിക്കുക. ഈ മൂന്നിൽ എന്തെങ്കിലും ഒരു സാധനം സംഭവിക്കും. വേറൊരു ഉദാഹരണം പറഞ്ഞാല്, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു ഓട്ടോക്ക് പോയി. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് വരികയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഈ വരാന്തിയിൽ ഇങ്ങനെ നിൽക്കണ്ടേ. ആരെങ്കിലും ഒരാള് മേലെന്ന് ഓട്ടോക്ക് വന്നിട്ട് ഓട്ടോക്കാരനുമായിട്ട് ഇങ്ങനെ തർക്കിക്കുന്നതാണ് ഇവിടെയുള്ള ആൾക്കാർ കാണുന്നത്. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോ നിങ്ങളെ കൂട്ടത്തിൽ വേറൊരാൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അത് ഓട്ടോക്കാരെല്ലാവരും അങ്ങനെയാണ്. അതാണ് ജനറലൈസേഷൻ. ഓക്കെ, രണ്ടാമത്തത് ഡിലീഷൻ ആണ്. ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാര്യപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോലെ, ആ ഓട്ടോക്കാരൻ അവിടെ പറഞ്ഞ കാര്യങ്ങളെ നിങ്ങളെ അടുത്തേക്ക് പറഞ്ഞു തരുമ്പോ, തിരിച്ചു വന്നിട്ട് പറഞ്ഞു തരുമ്പോ കാര്യപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വിട്ടുപോണതിന് ഡിലീഷൻ എന്ന് പറയും. എന്നാൽ അവള് വന്നതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ഓട്ടോക്കാരനെ കുറിച്ചിട്ട് അയാൾ പറയാത്ത കാര്യങ്ങൾ പോലും പറഞ്ഞിട്ട് നിങ്ങളെ പൊലിപ്പിച്ച് പറഞ്ഞു തരുന്നതിനെ ഡിസ്ട്രോഷൻ എന്ന് പറയുന്നു. ഇപ്പൊ മനസ്സിലായോ? സിഫാന മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഈ ഫാത്തിമ, നസീർ, റിൻഷ, സുമയ്യ ഇവരൊക്കെ ഇതിലുണ്ടോ? അതോ
അതോ വെറും ഓണാക്കി വെച്ചിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയിലാണോ? എന്താണ് അവസ്ഥ? ശില്പ, കുറെ ആൾക്കാരുണ്ട്. ഇതിലിന്റെ മുന്നിൽ എന്നും കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓരിന്നുണ്ട്. ഓരോന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അഫീഫ, പർവീൻ, അങ്ങനെ കുറെ ആൾക്കാരെ കാണുന്നില്ല. മുഹ്സിന. മുഹ്സിന അവിടെ ഉണ്ടോ? മുഹ്സിന? ഓക്കെ. ഉണ്ട്. ഒളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ. അപ്പോ ഇത് ഞാൻ ചോദിച്ചതേ. ഓക്കെ. അപ്പോ ഇതാണ് നമ്മളെ ഉള്ളിൽ നടക്കുന്ന എന്ത്? ഉള്ളിൽ നടക്കുന്ന സാധനം. ഇതാണ് നമ്മളെല്ലാവരുടെ ഉള്ളിലും നടക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എവിടെയൊക്കെയാണ് നമ്മൾ മസാല കയറ്റിയത്, എന്തൊക്കെയാണ് നമ്മൾ വിട്ടുപോകാറുള്ളത്, എന്തൊക്കെയാണ് നമ്മൾ ജനറലൈസ് ചെയ്യലുള്ളത്, അല്ലെ? നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അല്ലെ? ഇപ്പൊ നമ്മൾ പറയണ അമ്മയിമാരെ പറ്റിട്ട് ആ തള്ള എന്നും അങ്ങനെ തന്നെ. മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആയതുകൊണ്ടാണ് അതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അതല്ല ഇന്നും അങ്ങനെ തന്നെ. അയാളല്ലേ എപ്പോ വിളിച്ചാലും അങ്ങനെ തന്നെ. ഞാൻ വിളിക്കുമ്പോ എപ്പോഴും ബിസിയാ. ഇങ്ങനെ ജനറലൈസേഷൻ നടത്തുന്നു. ഇതിന്റെ പ്രകാരം നമ്മളെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാവും, ഒരു ഐആർ ഉണ്ടാവും. എന്താണ് ഐആർ? ഇത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണോ? ഇത് സയൻസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഐആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ റെപ്രസെന്റേഷൻ. നമ്മളുടെ ഉള്ളിൽ ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവും. അതിനെ കുറിച്ചിട്ട് ഒരു റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഒരു ഇപ്പൊ കേൾക്കുമ്പോ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണ്. വരുന്ന സമയത്ത് എന്താ പറയാ, ഇവിടെ വരികയാണ്. ഇവിടെ വരുന്ന സമയത്ത് നമ്മളെ രേഷ്മ തൃശ്ശൂരാ തോന്നുന്നു അല്ലെ? രേഷ്മ തൃശ്ശൂരല്ലേ? അല്ലെ? തൃശ്ശൂരല്ലേ രേഷ്മ? രേഷ്മ തൃശ്ശൂരല്ലേ? ആലപ്പുഴ. ഓക്കെ. ആലപ്പുഴന്ന് രേഷ്മ ഇവിടെ വരികയാണ്. സാറേ, സാറിനെ കുറിച്ച് ഗ്രൂപ്പിൽ ഇങ്ങനെയൊക്കെ പറയണ്ടേ, അല്ലെങ്കിൽ ഇതൊക്കെ പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറെ സാധനങ്ങൾ കയറ്റി വെച്ച് തരാം. അപ്പൊ ആരാണ് പറഞ്ഞത്? പറഞ്ഞ ആള് ഷാന ഷെറീനാണ്. അപ്പൊ അതും പറഞ്ഞു തരാണ്. ഇന്ന ആള് പറഞ്ഞു. പിന്നെ എനിക്ക് ഷഹാന ഷെറീനെ കാണുമ്പോ എന്റെ ഉള്ളിൽ ഒരു ഐആർ ഉണ്ടാവും. എന്താണ് ഐആർ? ഇന്റേണൽ റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഓലെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം എന്റെ ഉള്ളിൽ ഒരു ഉള്ളിലൊരു ചിത്രം അങ്ങനെ ഉണ്ടാവും, അല്ലെ? ഞാൻ പോലും അറിയാത്തൊരു ചിത്രം. അതാണ് ഐആർ, ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ. ഈ ഇന്റേണൽ റെപ്രസെന്റേഷൻ അനുസരിച്ചിട്ട് എനിക്ക് എന്തുണ്ടാവും? എനിക്കൊരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാവും. മെന്റൽ സ്റ്റേറ്റ്, അതായത് ഒരു മാനസിക തലം ഉണ്ടാവും. എന്താണ്? ഒരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാവും. മെന്റൽ സ്റ്റേറ്റ് ഉണ്ടാവും, ഒരു മാനസിക തലം ഉണ്ടാവും, അല്ലെ? ഈ മാനസിക തലം അനുസരിച്ചിട്ട് എനിക്ക് എന്തുണ്ടാവും? ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. അതായത് എന്റെ എക്സ്പ്രഷൻ ഒക്കെ പിന്നെ ശരാശരിനെ കാണുമ്പോൾ എന്തേക്കരാം, വൃത്തിയട്ട സാധനം എന്നെ പറ്റി അങ്ങനെ പറഞ്ഞാണെന്നുള്ള എന്തുണ്ടാവും? ഒരു ഒരു അതിനനുസരിച്ചുള്ള അവളോട് ചിരിയൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. എനിക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. എന്താണ്? ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. ബോഡി ലാംഗ്വേജ് ഉണ്ടാവും. യെസ്. അതനുസരിച്ചിട്ട് എനിക്കൊരു ബിഹേവിയർ ഉണ്ടാവും. എന്താണ്? ബിഹേവിയർ. എനിക്കൊരു സ്വഭാവം ഉണ്ടാവും. അതനുസരിച്ച് ഒരു ആക്ഷൻ ഉണ്ടാവും. പിന്നെ എന്റെ സംസാരങ്ങളൊക്കെ അതനുസരിച്ചുള്ള ഒരു ആക്ഷൻ ഉണ്ടാവും. ഇനി ഒന്നുകൂടി പറഞ്ഞത്, അതായത് ഇപ്പോ നമ്മള് ഇതൊക്കെ നിങ്ങളെ ലൈഫായിട്ട് നിങ്ങൾ കണക്ട് ചെയ്താൽ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്റേലേറെ ഉദാഹരണം നിങ്ങളെ കയ്യിലുണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം പറയണേ. ആലപ്പുഴന്ന് രേഷ്മ ബസ്സിൽ വരികയാണ് ഇങ്ങോട്ടേക്ക്. ബസ്സിനാണ് വരുന്നത്. ബസ്സിൽ വരുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ആരാണെങ്കിലും നല്ല തിരക്കുണ്ട് ബസ്സിന്. സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ ട്വിസ്റ്റ് സംഭവിക്കാൻ ശ്രദ്ധിച്ചോ? നമ്മള് റിയാലിറ്റി മനസ്സിലാവുമ്പോഴാണ് നമ്മളെ മാറ്റം സംഭവിക്കട്ടോ, ട്വിസ്റ്റ് സംഭവിക്കുക. അത് റിയാലിറ്റി മനസ്സിലാകാത്ത സമയം വരെ ഇതായിരിക്കും. ബസ്സിൽ വരുന്ന സമയത്ത് മഴയുണ്ട്. മഴ ഉണ്ടാവുക എന്താ ഉണ്ടാവുക? ഈ ബസ്സിൽ ഗ്ലാസ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം വായു സഞ്ചാരം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. വിൻഡോ സീറ്റ് അല്ല, ഇപ്പുറത്തെ സീറ്റാണ്. അപ്പോ ബസ്സിൽ നല്ല തിരക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്ഷീണം വരുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് മുന്നത്തെ സീറ്റിന്റെ ആ കമ്പിയിൽ ഇങ്ങനെ തല വെച്ചിട്ട് നെറ്റി വെച്ചിട്ട് താഴേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യുക ചെയ്യുക. ചില ആൾക്കാർ ഉറങ്ങും. അപ്പൊ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കണ്ണും ചീപ്പിയിട്ട് ഇരിക്കുക ചെയ്യുക. കാരണം ഈ ഇറിറ്റേഷൻ കൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും. ചില ആൾക്കാർ വേർപ്പ് സ്മെൽ ഉണ്ടാവും. പല ആൾക്കാരാണ് കയറുക. പല സ്മെല്ലുകളും ഉണ്ടാവും. അപ്പോ
നല്ല തിരക്കുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിലേ അസ്വസ്ഥനാണ്. കാരണം അവിടെ പേഴ്സണാലിറ്റി ഒക്കെ മോശമാണ്. കാരണം അസ്വസ്ഥനാണ്. എന്താ അസ്വസ്ഥത? കാരണം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ എത്തിക്കിട്ടിയാൽ മതിയേനു. ആ ഡെസ്റ്റിനേഷൻ എത്തിക്കിട്ടിയാൽ മതിയേനു എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കാണ്. ആ സമയത്ത് നമ്മളെ കാലിങ്ങനെ കുറച്ച് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. നമ്മളെ കാല്. ഒരു ചവിട്ടൻ കിട്ടി. നല്ലൊരു ചവിട്ടൻ കിട്ടി. ഒരു നോക്കുമ്പോ കണ്ണ് നീച്ച് നോക്കുമ്പോ ഒരു ഷൂട്ട കാല്. നല്ല കട്ടുള്ള ഷൂട്ട് ഒരു കാല്. എന്താണ് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അയ്യാറ്? ഇന്റേണൽ റെപ്രസെന്റേഷൻ ഒക്കെ എന്തേക്കണം? ഏത് വൃത്തി കെട്ടവനാണാവോ ഇന്റെ കാലിൽ ചവിട്ടിയത്? ഒന്ന് അല്ലെ? കരുതി കൂട്ടി ചവിട്ടിയതാണോ? എന്തൊരു കഷ്ടാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ ഇറിറ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ സെക്കൻഡുകൾക്കുള്ളിൽ നടക്കൂട്ടോ. അപ്പൊ തന്നെ ഒരു മാനസിക തലണ്ട ഇവനൊന്ന് കിട്ടിയ ഒന്നര പൊട്ടിക്കയറും. ആ ഓക്കെ. അതനുസരിച്ചിട്ട് നമ്മളുടെ എന്താ പറയാ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറി. കാരണം ആകെ നമ്മളെ അവസ്ഥകളൊക്കെ മാറി, മുഖഭാവമൊക്കെ മാറി. അത് കഴിഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാല് നമ്മളെ ബിഹേവിയർ സ്വഭാവം മാറുകയാണ്. നമ്മളെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ സെക്കൻഡുകൾ കൊണ്ട് ഇത് സംഭവിക്കാൻ ഞാൻ ഇത് പറയുന്ന ഇത്ര സമയം എടുക്കും. നോക്കുമ്പോ അതൊരു കണ്ണുപൊട്ടനാണെങ്കിലോ എന്താണ് കംപ്ലീറ്റ്ലി മാറി. നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും? യാഥാർത്ഥ്യം മനസ്സിലായപ്പോ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോ നമ്മളെ സീറ്റ് തന്നെ ഒഴിവാക്കി കൊടുക്കും. ആണോ അല്ലെ? ആണോ അല്ലെ? ഇതേപോലെയാണ് നമ്മളെ ലൈഫ്. ഇനി നിങ്ങളത് കണക്ട് ചെയ്ത് നോക്കി. നമ്മളോട് ഒരാളെ പറ്റി പലതും പറഞ്ഞു തരും, അല്ലെങ്കിൽ പലതും നമുക്ക് കാണിച്ചു തരും. കാണിച്ചു തരുമ്പോ ആ ചിത്രങ്ങൾ മാത്രമായിരിക്കും കാണിച്ചു തരിക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ അയ്യാറ് സൃഷ്ടിക്കും. ഇഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രംഗം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഒന്നും ഉണ്ടാവില്ല. യാഥാർത്ഥ്യം. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ സാധനമാണ്. അത് സാരമില്ല, ഓരെന്താ വെച്ചാ ചെയ്തോട്ടെ. അത് ഓരോ സ്വഭാവ ഗുണങ്ങളാണ്. അത് ഓരോ ഇഷ്ടമാണ്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതം വലുതുള്ളൂ. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ആ ബ്രെയിനെ ട്രെയിൻ ചെയ്ത് വെച്ച ഒരാളാണെങ്കിലോ അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് ഇതാണ് സത്യം. ഈ സത്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഈ സയൻസ് പഠിപ്പിച്ചു തരുന്ന എന്തിനാണ്? എനിക്കിപ്പോ ഇതൊന്നും നിങ്ങളെ പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും നിങ്ങളെ പഠിപ്പിച്ചേണ്ട ആവശ്യം. ഇതെന്തിനാ പഠിപ്പിച്ചു തരാറ്? ഇങ്ങനെ റെഡി ആവണം. റെഡി ആവാൻ പറ്റൂല. പിന്നെ ഇനി ഈ VAK പ്രിൻസിപ്പിള് എന്താ പ്രത്യേകിച്ചാല് നമ്മളില് പല ആളുകളും പല കാറ്റഗറിയിൽ. ഇതിന് സയൻസ് ഇപ്പൊ മനസ്സിലായില്ല. എന്താ സംഭവിക്കണം മനസ്സിലായില്ല. സംഭവിക്കണം മനസ്സിലായില്ല. സംഭവിക്കണം മനസ്സിലായില്ല. ഇനി സംഭവിക്കാതിരിക്കാൻ നോക്കാം. സംഭവിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും എന്താ വെച്ചാല് നമ്മൾ ഒരു കാര്യത്തിനെ അതിന്റെ അതിന്റെ യഥാർത്ഥ, അതായത് അതിന്റെ റിയാലിറ്റി മാത്രം മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ ശ്രമിക്കുക. അതിനെ കൂടുതലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൊണ്ടോ കാണാതിരിക്കുക. എന്ത് കാര്യത്തിലും കുറച്ചും കാണരുത്, കൂടുതലും കാണരുത്. ഏത് കാര്യത്തിലും എന്ത് കാര്യം പറയുമ്പോഴും അതിനെ കൂടി പോകാതിരിക്കാനും കുറയാതിരിക്കാനും അതിന്റെ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുക. റിയാലിറ്റി എന്താണോ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ടോ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, അതിനെന്ത് ചെയ്ത് അസ്യൂം ചെയ്തുകൊണ്ട് മാറരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കറിയാം. കാരണം നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കി. ഞാനിപ്പോ നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഞാനിവിടെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണാം. ഓക്കെ, ബസ് സ്റ്റാൻഡിൽ നിന്ന് കാണാൻ അല്ല എന്നുണ്ടെങ്കിൽ ഞാന് ആലപ്പുഴ വന്ന സമയത്ത് തന്നെ ഇപ്പോ രേഷ്മനെ കാണാൻ അറിയാതെ കാണാൻ കണ്ട സമയത്ത് രേഷ്മന്റെ ബാക്കിയുള്ള ആളുകളെ എനിക്കറിയില്ല. ആരും എനിക്കറിയില്ല. അച്ഛനെ അല്ലെങ്കിൽ പിന്നെ അതേപോലെ ബ്രദറിനെ അല്ലെങ്കിൽ ഒരാരും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അവിടെ കണ്ടപ്പോ ഒരു ചെങ്ങായി അവളെ കൂടെ ഉണ്ട്. പറഞ്ഞതൊന്ന് ഒന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഒരാളെ ഉദാഹരണം പറഞ്ഞതാണ്, ദൂരെയുള്ള ഒരാളെ പറഞ്ഞതാണ്. അപ്പൊ ഏഹ് വേണ്ട, ഇനി രേഷ്മനെ പറയില്ല, ഞാൻ എന്നെ പറയാം. എന്നെ എന്നെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എന്റെ ഭാര്യനെ അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ എവിടുന്നോ കാണുന്ന സമയത്ത് എന്റെ കൂടെ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിനെ കണ്ടപ്പോ എന്നെ കാണുമ്പോ ഇങ്ങനെ തോന്നുന്നത്, എന്റെ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അവളെ നല്ല ഭംഗിയൊക്കെ കാണുന്നുണ്ട്, ഇത്ര പ്രായം തോന്നുന്നില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഉള്ളിൽ ഒരു അയ്യാറുണ്ടാവും. നിങ്ങളത് എന്നോട് ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു അയ്യാറുണ്ടാവും. അതാണ് ഇന്റേണൽ റെപ്രസെന്റേഷൻ. അതനുസരിച്ചിട്ട് നിങ്ങളെ ഉള്ളിൽ ഒരു മാനസിക തല ഉണ്ടാവും. ഈ സാധനം നേരെ കിട്ടിയ സമയത്ത് അതിപ്പോ ഷഹാനയാണ് കണ്ടത്. ഷഹാന കണ്ടു. നേരെ എന്ത് ചെയ്യാണ്,
അത് രേഷ്മനോട് അല്ലെങ്കിൽ അടുത്ത ആളോട് പറയാം. പറയുമ്പോ ഒന്നിരിക്കലോ മസാല കയറും, മിക്കവാറും അതാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കാര്യപ്പെട്ട കാര്യം ഡിലീറ്റ് ആവും, അല്ലെങ്കിൽ ഇത് പറയില്ല, അതിന് ജനറലൈസേഷൻ പറയുന്നില്ല, ഇതാണ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മസാല കയറ്റി പറയുമ്പോ അടുത്ത ആളെ ഉള്ളിൽ എന്തുണ്ടാവും, അയാളെ ഉള്ളിലും ഒരു അയ്യാറ് ക്രിയേറ്റ് ആവും. പിന്നെ നിങ്ങൾ എന്നെ കാണുമ്പോ ഫുള്ള് നിങ്ങൾക്ക് ആ രീതിയിൽ എന്നെ കാണാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? കാണാൻ പറ്റുള്ളൂ. ഇതാണ് സത്യം. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനിക്കാം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ VAK എന്ന് പറയുന്ന സാധനം ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബിസിനസ്സിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. വി എന്ന് പറഞ്ഞാൽ വിഷൻ. നമുക്ക് കാണാൻ പറ്റണം, അതിനെക്കുറിച്ച് കേൾക്കാൻ പറ്റണം, അതിനെ അനുഭവിക്കാൻ പറ്റണം. ഈ 3 സാധനം കിട്ടാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകത്തില്ല. ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി. നമ്മള് പണ്ട് കാലത്തൊക്കെ, പണ്ട് പറഞ്ഞപ്പോ അടുത്ത കാലത്ത് വരെ എങ്ങനെയായിരുന്നു ഡ്രസ് ഉണ്ടായിരുന്നത്? ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ഡ്രസ്സ് അലമാരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, ഷെൽഫിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ പറയുന്ന കളർ ഇങ്ങനെ ഒരു എടുത്തു തരും, നീർത്തി നോക്കുമ്പോ ഇങ്ങനെ മോഡൽ കാണും, ഇതായിരുന്നു. ഇന്ന് അങ്ങനല്ല. ഇന്ന് നിങ്ങൾ ട്രെൻഡ്സിലോ അല്ലെങ്കിൽ സുഡിയോയിലോ അല്ലെങ്കിൽ ഏത് ഷോപ്പിൽ പോയാലും നമുക്കതിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആണോ അല്ലേ? യെസ് ഓർ നോ? അങ്ങനത്തെ സ്ഥലത്തേക്കേ നമ്മൾ പോവുള്ളൂ, അല്ലെ? എന്റെ മോള് പറഞ്ഞു, ഓൾ ഹോസ്റ്റലിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, എന്റെ അമ്മച്ചിയെ ഇനി ഒരു ഡ്രസ്സും സ്റ്റുഡിയോന്ന് എടുത്തത് ഇങ്ങോട്ട് കൊണ്ടുവരുത്, മാറിപ്പോകുന്ന പറഞ്ഞു ഹോസ്റ്റലിൽ. എല്ലാവരും എടുത്തുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? എന്താ കാരണം എന്താ വെച്ചാല് ആളുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്കത് ഇട്ട് നോക്കാൻ പറ്റണം, അതിന്റെ സൈസ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ എടുക്കും. പല ആളുകളും ഓൺലൈനിൽ എടുക്കാറുണ്ട്. ഓൺലൈനിൽ എടുത്താൽ മിക്കവാറും പെടാറുണ്ട്. ചില ആൾക്കാർക്ക്, ഞാൻ അതിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പെടാറുണ്ട്. ഞാൻ ഇപ്പൊ 2 ടീഷർട്ട് എടുത്തു, ഒരു ഷർട്ട് എടുത്തു, മൂന്നും പെട്ട കോല. മൂന്ന് പെട്ട കോലാണ്. ടീഷർട്ട് 2 പെട്ടു, എന്തായാലും ഉറപ്പിച്ചു. അത് പിന്നെ മക്കൾ ഇട്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ ഷർട്ട് ഇപ്പൊ ആ കോലത്തിലാണ് കിടക്കുന്നത്. ഇപ്പൊ ഞാൻ എടുക്കാറില്ല. ഇപ്പൊ എനിക്ക് പേടിയാണ്. അതിനെ മുന്നേ ഒരു പ്രാവശ്യം പെട്ടിട്ട് ഞാൻ നിർത്തിയിരുന്നു. പിന്നെ ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. പിന്നെ ഇതിക്ക് ഇങ്ങനെ വരും, നമ്മളിങ്ങനെ കാണുമ്പോഴേ പിന്നെ ഇതിങ്ങനെ പെടും. അപ്പൊ നമ്മള് ഷോറൂമിൽ പോയ എന്താ, നമുക്കത് ഇട്ട് നോക്കി, നമുക്കത് എല്ലാ സ്ഥലത്തും എക്സ്പീരിയൻസ് ലെവലാണ്. അതാണ് കെനസ്തറ്റിക് ഫീൽ എന്ന് പറയുന്നത്. കെനസ്തറ്റിക് ഫീൽ, കാഴ്ച, കേൾവി, അതായത് വിഷ്വൽ, ഓഡിറ്ററി, കെനസ്തറ്റിക്. വി എന്ന് പറഞ്ഞാൽ വിഷ്വൽ, എ പറഞ്ഞാൽ ഓഡിറ്ററി, കെ പറഞ്ഞാൽ കെനസ്തറ്റിക്. കെനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ അതാണ് കെനസ്തറ്റിക് ഫീൽ. അപ്പൊ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സാധനം ഹൈലൈറ്റ് ആയി നിൽക്കും. നമുക്ക് എല്ലാം ഉണ്ടാവും, എല്ലാം ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടത്താൻ ഭയങ്കര പ്രയാസമാണ്. ഈ വിഷ്വൽ കാറ്റഗറിക്കാര്, ഓഡിറ്ററി കാറ്റഗറിക്കാര്, കെനസ്തറ്റിക് കാറ്റഗറിക്കാർ എന്നാണ് പറയാം. അവരെ തിരിച്ചറിയുന്ന ടെസ്റ്റ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അതിന് മുന്നേ ഇതെങ്ങനെയാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ ബാധിച്ചത് ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ഒരു പാക്കറ്റ് പാലും പാല് മാത്രമാണ്. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി, നമ്മള് ഒരു പാക്കറ്റ് പാല് മാത്രം വാങ്ങിച്ചിട്ട് പോരോ ഇല്ലേ? ചോദ്യം ഇതാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി, നിങ്ങൾ പറഞ്ഞത് ഇല്ല. എന്താ കാരണം? നമ്മൾ അവിടെ ചെല്ലുമ്പോ ഒരുപാട് സാധനങ്ങൾ കാണുമ്പോഴുള്ള പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ വാരി വലിച്ചിടും. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് വീട്ടിൽ നോക്കുമ്പോ അതിന്റെ മുന്നത്തെ പർച്ചേസ് ചെയ്ത സാധനം തന്നെ ഉപയോഗിക്കാത്ത അവിടെ ഉണ്ടാവും. എന്റെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. ആകെ ഒരു 30-40 രൂപന്റെ പാല് പാക്ക് വാങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ എവിടെ പോയി? സൂപ്പർ മാർക്കറ്റിൽ പോയാൽ സംഭവിക്കും. എന്താ കാരണം? അവിടെ അങ്ങനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയിൽ വെച്ചിരിക്കുകയാണ്. വിഷ്വലൈസേഷൻ. ഓഡിറ്റർ എന്താ? എല്ലാ കൗണ്ടറിന്റെ അടുത്തും ഓരോ പെൺകുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുണ്ടാവും പറഞ്ഞു തരാൻ, നമുക്ക് അതിനെ കുറിച്ചിട്ട് വിശദീകരിച്ചു തരാം. ഇപ്പൊ ഈ കോസ്മെറ്റിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
നമ്മളെ കണ്ടാല് എന്നെ കണ്ടാൽ ഇടക്കിടക്ക് ചോദിക്കും, സാറിന്റെ ഈ കറുത്ത പാട് പോണം, ആ പാട് പോണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരും ഇടക്കിടക്ക്. സാറിന് ഒന്നും കൂടെ, എനിക്കത് ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ചെയ്യാനില്ല. അപ്പൊ പിന്നെ വലിയ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോ ഇതിങ്ങനെ ചോദിക്കുന്ന പോലെ ഇങ്ങനെ ചോദിച്ചു വരും. അപ്പൊ നമുക്ക് ഓഡിറ്ററിയാണ് അതിനെ കുറിച്ച് കേൾക്കാൻ. പിന്നെന്താ കെനസ്തെറ്റിക് ഫീൽ. എന്താ കാരണം? സ്പ്രേ ആണെങ്കിലും ഇപ്പൊ നിങ്ങള് ഈ സുഡിയോയിലൊക്കെ പോയാല് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ഈ ലിപ്റ്റിക് കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. സാമ്പിൾ അടിക്കാൻ, സാമ്പിൾ അടിക്കാൻ. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അതിനെ സാമ്പിൾ അടിക്കാൻ ഒരു സ്ഥലം വെച്ചിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് മാറ്റിമറിച്ച കാര്യം. നമുക്ക് ആർക്കും ചെറിയ ഷോപ്പിലേക്ക് പോകാൻ താല്പര്യമില്ല. പിന്നെ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് നിന്ന് വെയിലത്തിന് കയറുമ്പോ ആ AC-ക്കിന് കയറുമ്പോൾ ഒരു സുഖം, അതൊരു കെനസ്തെറ്റിക് ഫീലാണ്. അതിന്റെ ഉള്ളിലാവുമ്പോ ടൈമുകൾ സൂപ്പർ മാർക്കറ്റില് ക്ലോക്ക് ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കാരണം എന്താ പറയുക, ടൈം അറിയാൻ പാടില്ല നമ്മള്. പിന്നെ വലിയ ബാസ്ക്കറ്റ് നമുക്ക് തരാനാണ് ഒരു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എനിക്ക് രണ്ടെണ്ണം അല്ല, എന്നാലും സാറ് വെച്ചോളി. എന്താണ് വലുത് തരുന്നതിനാ? വലുതാവുമ്പോ അതിക്ക് അങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഓഫറൊക്കെ ഉള്ള സാധനം ഒന്നായിട്ട് അട്ടിക്കിട്ടിട്ട് വെച്ചിട്ടുണ്ടാവും, ഓഫർ പറഞ്ഞിട്ട്. സത്യത്തിൽ വലിയ ഓഫറൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഒന്നെടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ നാലിനെടുക്കും. ഇതൊക്കെ ഉപയോഗിച്ചത്, ബിസിനസ്സിൽ ഉപയോഗിച്ചത് VAK പ്രിൻസിപ്പിളാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ മാറ്റം തുടങ്ങിയപ്പോൾ ആദ്യം പഠിച്ച സാധനം ഇതാണ്. ആദ്യം പഠിച്ചത് ഇതാ, തിയറട്ടിക്കലി പഠിച്ച്. ആദ്യം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്ലൈ ചെയ്ത ഇതാണ്. എന്റെ ഫ്രണ്ട് ഓഫീസിന്റെ രൂപം മുഴുവൻ മാറ്റി, എല്ലാം മാറ്റി, A to Z മാറ്റി. എയർ കണ്ടീഷൻ ആക്കി, ഫുള്ളി എയർ കണ്ടീഷൻ ആക്കി, എല്ലാം മാറ്റിയത് ഈ ഫീല് കിട്ടാൻ. ഇത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് ലോകത്ത് ബിസിനസ്സുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങിയത്. നമ്മളെ ലൈഫിലും ഇതന്നെയാണ്. ഇനി വിഷ്വലായ കാറ്റഗറിക്കാരനായ ഒരാളെ പ്രത്യേകത, അയാള് കാണാൻ ആഗ്രഹിക്കുന്നു. അയാൾക്ക് അതിന്റെ ഭംഗിയിലാണ് ഇഷ്ടം, അതിന്റെ ഷേപ്പിലാണ് ഇഷ്ടം, അതിന്റെ കളറിലാണ് ഇഷ്ടം. ഇതിലൊക്കെയാണ് അയാൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക, അയാളുടെ താല്പര്യം ഇല്ലാണ്ടാവുക. എന്നാൽ ഓഡിറ്ററിക്കാരനായ ഒരാൾക്ക് ശബ്ദത്തിലാണ് ഇഷ്ടം, അപശബ്ദങ്ങൾ ഇല്ലാത്തതാണ് അയാൾ നോക്കുക, ഇതാണ് അയാൾ നോക്കുക. എന്നാൽ കെനസ്തെറ്റിക് ഫീലുള്ള ആൾക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇഷ്ടം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ മനസ്സിലായോ? നിങ്ങളൊരു വണ്ടി എടുക്കാൻ പോകും. വണ്ടി എടുക്കാൻ പോകുമ്പോ നിങ്ങളിൽ 3 കാറ്റഗറിക്കാരുണ്ട്. നിങ്ങൾ 3 കാറ്റഗറിക്കാരുണ്ട്. അപ്പൊ ആ വണ്ടി എടുക്കുമ്പോ ആ വിഷ്വലായ ആളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ആ വണ്ടിന്റെ കളർ, ആ വണ്ടിന്റെ ഷേപ്പ്, ആ വണ്ടിന്റെ ഭംഗി, അതിന്റെ ലൈറ്റിന്റെ ക്ലാരിറ്റി, ഇന്റീരിയർ ഡിസൈനിങ്, അതിന്റെ ഇന്റീരിയർ ക്ലീനിങ്, ഇതൊക്കെയാണ് അയാളുടെ ഏറ്റവും വലിയ ഇഷ്ടം. രണ്ടാമത്തെ ആള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോ അപശബ്ദങ്ങളുണ്ടോ, സൗണ്ട് കൂടുതലുണ്ടോ, ഡോർ അടക്കുമ്പോ സൗണ്ട് കൂടുതലുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെ ശ്രദ്ധിക്കാം. മൂന്നാമത്തെ ആള് കെനസ്തെറ്റിക് ഫീലുള്ള ആളാണെങ്കിൽ പറയും, അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ കംഫർട്ട് ആണോ, ഇതാണ് അടുത്ത ആൾ നോക്കുക. മനസ്സിലായോ? ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ വണ്ടി പറയാനുള്ള കാരണം പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. ഇതാണ് നമ്മളെ കാറ്റഗറി. ഇനി ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഉള്ള സംഭവം എന്താ വെച്ചാൽ, ഈ നമ്മളെ ഗൾഫിലൊക്കെ എത്ര ആൾക്കാരെ ഭർത്താക്കന്മാർ ഗൾഫിലുണ്ട് എന്ന് പറഞ്ഞേ? സത്യം പറഞ്ഞ കേട്ടോ, ഒന്ന് പറഞ്ഞേ ആരൊക്കെ ഉണ്ട്? ഓക്കെ, സിഫാൻ, പിന്നെ അഫീഫ, ഉം, ഷിഫ്ന ഷെർ, ഗുഡ്. ഇനി ഇനി ശ്രദ്ധിച്ചോ, ഒരു പ്രത്യേകം ശ്രദ്ധിച്ചോ, നിങ്ങൾ ഏത് കാറ്റഗറിക്കാരെ എനിക്കറിയില്ല. നമ്മളെ ഈ ഹസ്ബൻഡ് ഗൾഫിലും നമ്മൾ ഇവിടെ നിൽക്കണം. അപ്പോ ഹസ്ബൻഡ് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട്, നിങ്ങൾ എന്തായാലും കഷ്ടപ്പാടുണ്ടാവും. കാരണം നമ്മൾ വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഷ്ടപ്പാടാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര വേദനയുള്ള കാര്യമാണ് അവർക്ക്. അവിടെ ചിലപ്പോൾ ഒരു ഡോർമെട്രിയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ആയിരിക്കും
ജീവിക്കുന്നുണ്ടാവും. അപ്പൊ എന്നും ഫുഡൊക്കെ അവരെന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയിട്ട് തൽക്കാലം ഇങ്ങനെ പോണ അവസ്ഥയൊക്കെ. പക്ഷെ അയാൾ വിഷ്വൽ കാറ്റഗറിക്കാരനൊക്കെ. അയാൾക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമെന്നും ഉണ്ടാക്കിയത് കാണണമെന്നും അത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കും. അങ്ങനെ നാട്ടില് ലീവിന് വരുമ്പോ നമ്മൾ കെനസ്തെറ്റിക് ഫീൽ ഉള്ള ആളായിരിക്കും. കെനസ്തെറ്റിക് ഫീൽ ഉള്ള ആളെ പ്രത്യേകത എന്താ വെച്ചാൽ ഭക്ഷണത്തിന്റെ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ ആയാൽ മതി, അത് ടേസ്റ്റ് ഉണ്ടായാൽ മതി. ഇനി കഞ്ഞി ചമ്മന്തി ആയാലും മതി, അതിന് ടേസ്റ്റ് ഉണ്ടായാൽ മതി, അത്രയൊക്കെ പോരെ എന്നുള്ള ചിന്തക്കാരായിരിക്കും. സ്വാഭാവികമായിട്ടും ഇയാള് രാവിലെ ലീവിനൊക്കെ വന്നിട്ട് രാവിലെ മാർക്കറ്റിലൊക്കെ പോയിട്ട് കുറെ പച്ചക്കറി, കുറെ മീനും ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ടേബിളിൽ നിരത്തി. ഒന്നും മിണ്ടിയതൊന്നുമില്ല ഭാര്യ, അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ അയാൾ പുറത്തൊക്കെ പോയി വന്നപ്പോ ഉച്ചക്ക് ഭക്ഷണത്തിന് ഇതെല്ലാം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അയാളുടെ ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോ ഒന്നുമില്ല. അവിടെ അപ്പോഴും കഞ്ഞി ചമ്മന്തി, വേറെന്തോ കുറച്ചേ ഉള്ളൂ. അയാളെ ഉള്ളില് ദേഷ്യം വരുമോ ഇല്ലേ? സങ്കടത്തിൽ നിന്നൊരു ദേഷ്യം വരും. നേരത്തെ പറഞ്ഞപ്പോൾ അപ്പൊ തമ്മിൽ എന്തായി? പ്രശ്നം. ഇങ്ങനെ ഓരോരോ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറി എന്ന് അറിഞ്ഞാല് ഈസിയാണ്. നമ്മൾ കെനസ്തെറ്റിക് ആണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളുടെ കാഴ്ചപ്പാടുകളിലൂടെ മറ്റുള്ളവർ പോകണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിപ്പോ ഒരു കഞ്ഞി ചമ്മന്തിയൊക്കെ കിട്ടിയാൽ മതി, അങ്ങനെ അങ്ങനെ പോയാൽ മതി. പക്ഷെ അയാൾ വരുമ്പോ അയാൾക്ക് എന്താണോ വേണ്ടത്, അയാൾ ഏത് കാറ്റഗറിക്കാരനാണ്, അയാൾക്ക് ഇപ്പൊ ഞാൻ എന്റെ ഒരു പെങ്ങളെ കുട്ടിയുടെ ഓന്റെ ഭാര്യയ്ക്ക് ഈ ടൂർ പോകുക എന്ന് പറഞ്ഞാല് ഇഷ്ടമല്ല. ടൂർ പോകുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഉണ്ടാവും അങ്ങനെ. ഞാൻ കണ്ടിട്ടില്ല, സത്യം. പ്രത്യേകിച്ച് ഭർത്താക്കന്മാരെ കൂടെ ആണെങ്കിൽ ടൂർ പോകുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോ ഇവന് ടൂർ പോകണം, ഇങ്ങനെ യാത്രയൊക്കെ പോകണം, എന്നും ജോലിയാണ്, പക്ഷെ ടൂർ പോകണം. അവന്റെ സുഹൃത്തുക്കളൊക്കെ ടൂർ പോകുമ്പോൾ ടൂർ പോകണം എന്നൊക്കെ ആഗ്രഹം. പക്ഷെ ഇവക്ക് പോകാൻ ആഗ്രഹമില്ല. ഓരോ ആൾക്കാരുടെ ടൈപ്പാണ്. ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇതാണ് ഇതാണ് നമ്മളെ ആൾക്കാരുടെ പ്രത്യേകത. അപ്പൊ ഓൻ എന്തായി? ഓൻ ഒരു വിഷമാണ്. സ്വാഭാവികതയാണ്. ഒരു കെനസ്തെറ്റിക് ഫീൽ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ. ചില ആൾക്കാർക്ക് കേൾക്കലൊക്കെ ഇഷ്ടം. കേൾക്കുക പറഞ്ഞാല് ചില ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ഭാര്യമാര് കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ. ഇതൊക്കെ നിങ്ങൾ ഫാമിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവേ. കേൾക്കാൻ ഇഷ്ടമുള്ളതായിരിക്കും. ഓക്കെ, ഈ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരൊന്നും സംസാരിക്കുന്നില്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം സൃഷ്ടിക്കും. ഞങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ചില ആൾക്കാര്, ചില ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ചില ഭാര്യമാര് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെയാണ്. ഓർക്ക് കേൾക്കാൻ ആളില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ ജീവിതം സന്തോഷകരമാകും. നമ്മളെ പലരും വിഷമം ഇതൊക്കെയാണ്. ചില കുട്ടികൾ പറയും, സാർ എന്നെ കേൾക്കാൻ ആരുമില്ല സാർ. ചില കുട്ടികൾ വന്നിട്ട് ഭയങ്കര വിഷമത്തിലൊക്കെ വരും. വന്നിട്ട് ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ കഴിയുമല്ലോ ക്യാബിനിൽ നിന്ന് എണീറ്റോ. അപ്പൊ സംസാരിക്കാൻ അപ്പൊ ഞാനിങ്ങനെ സമയം കൊടുക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും ഇവർക്ക് സംസാരിക്കാൻ ഒരു സ്ഥലമില്ല. ഇവരെ ഈ സാധനം ഒന്ന് പുറത്തേ അടിക്കാൻ ഇല്ല. ഇതാണ് സംഭവം. പോകുമ്പോ ഒരു പറയും, എനിക്ക് ഭയങ്കര സുഖമായി, ഞാൻ ഇപ്പൊ ഒരു ഭയങ്കര സമാധാനത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓരെ കേട്ടിട്ട് മാത്രം ഉണ്ടാവും. ഇങ്ങനെ അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അപ്പുറത്തിരിക്കുന്ന ആൾ ചിലപ്പോൾ അതായിരിക്കാം. നമ്മൾ അതിനനുസരിച്ച് അഡോപ്റ്റബിലിറ്റി ഉണ്ടാക്കിയെടുത്താൽ, നമ്മൾ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചാൽ, അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ വഴി തെറ്റിപ്പോവാ. എന്താ സംഭവിക്കുക? ഞങ്ങള് നമ്മളെ കേൾക്കാൻ ആരുമില്ല. അപ്പോഴാണ് ഒരു ചങ്ങായി നമ്മളെ കേൾക്കാൻ ഇഷ്ടം പോലെ കേൾക്കാൻ സമയം തന്നിട്ട് നമ്മളെ കൂടെ വന്നത്. അതന്നെയാണ് ലോകം എന്ന് കരുതിയിട്ട് നമ്മളെ ചെന്നിട്ട് അവിടെ പോയി പെടും. നല്ലതിനെ ഒഴിവാക്കിയിട്ട് പെടും. ഒരു കുട്ടി ഒരു ദിവസം വന്നു. ഈ TTCക്കുള്ള കുട്ടി തന്നെ. അത് അവള് കുറെ ആയി. അപ്പൊ അവൾ എന്നും ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും ചെയ്യൂല, വർക്കൊന്നും ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറയാറുണ്ട്. ഒരു ദിവസം ഇവിടെ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് എനിക്ക് ഇവളാണ് ഇത് എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാന് അവളോട് ചോദിച്ചു, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ ചോദിച്ചു. അപ്പൊ ഒരു കാര്യമായിട്ട് മിണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടല്ലോ, എന്താ പറ്റി ചോദിച്ചു. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന പോലെ ചോദിച്ചതാണ്. പക്ഷെ ആ കുട്ടിക്ക് എന്തോ പ്രശ്നം എനിക്ക് മനസ്സിലാവും. അത് ഇപ്പോ അങ്ങനൊന്നും ഇല്ല സാറേ, അത്
ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട് എനിക്കറിയാന്ന് പറഞ്ഞു. അവിടെ ഇരുത്തി ഇങ്ങനെ ഓരോന്നോരോന്ന് റെക്കോർഡ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഡീപ്ലി വൂണ്ടഡ് ആണ്. അതായത് നല്ല രീതിയിൽ മുറിവേറ്റ കുട്ടിയാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ശരിയാക്കി എടുക്കാം. ഈ ഒരു കാര്യം ചെയ്യാം, ഭക്ഷണം കഴിച്ചിട്ട് വാ. എന്റെ കൂടെ ആരാ വന്നത് ചോദിച്ചു. ആങ്ങളയാണെന്ന് പറഞ്ഞു. ആങ്ങളോട് ചോദിച്ചു നോക്കാം 1 മണിക്കൂർ ഇരിക്കാൻ പറ്റുമോ ചോദിക്കാം. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. ആ കുട്ടി ഭക്ഷണം കഴിച്ചു വന്നു. അവിടെ ഇരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഹസ്ബൻഡിന് ഒരു കുഴപ്പമില്ല. നല്ല മനുഷ്യനാണ്. പക്ഷെ അവനവന്റെ കാര്യത്തിന് പോരാ. അവളെ കണക്കിന് ജോലിക്ക് ശരിക്ക് പോകൂല. പിന്നെന്താ? പിന്നെ സംസാരിക്കൂല കൂടുതൽ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മനസ്സിലായോ? അപ്പൊ അതനുസരിച്ചിട്ട് ആ മൈൻഡ് സെറ്റ് മാറ്റി കൊടുത്തപ്പോ ആ കുട്ടി പോയപ്പോ ഭയങ്കര ഹാപ്പിയായി. കുറച്ച് കഴിഞ്ഞപ്പോ കുറെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇതൊന്നുമില്ല, കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ആ കുട്ടി അടുത്തുള്ള സ്കൂളിൽ ടീച്ചറായിട്ട് കയറി. പെർഫോമൻസ് ലെവൽ മാറി. ആ ബ്ലോക്കടെ മാറിയപ്പോ ജീവിതം നല്ല രീതിയിലായി. വീട് വെച്ച് കുടിയിരുന്നൊക്കെ പോയി. എന്താ സംഭവിച്ചത്? ഇതാണ് പ്രശ്നം. നമ്മളത് തിരിച്ചറിഞ്ഞാല് നമ്മളെ തിരിച്ചറിയണ്ടേ. ഓരേതാ നോക്കണ്ട. ഓരേതാന്ന് നിങ്ങൾ നോക്കണ്ട. നമ്മള് തിരിച്ചറിയാം. നമ്മളിതാണ്. അതുകൊണ്ട് അവര് എന്തായിരിക്കും? അവര് ചിലപ്പോ നമ്മളെ ഓപ്പോസിറ്റ് ആയിക്കാരം. അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ മനസ്സിലാക്കിയതിന് ശേഷം അവരെ മനസ്സിലാക്കിയാൽ മതി. അവരേത് കാറ്റഗറി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണ്ടേ. ഒരുപാട് സാധനങ്ങളൊക്കെ വേണം. കളറിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാ. അപ്പൊ അയാൾ കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അയാൾ കൊണ്ടുവരുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര കളറൊക്കെ നല്ല ആപ്റ്റായിരിക്കും. ഇഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അയാൾ എന്താണ്? അയാൾ നല്ല വിഷ്വൽ കാറ്റഗറിക്കാരനാണ്. അപ്പോ അയാൾ കൊണ്ടുവരുന്ന സാധനം ഇങ്ങനെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകൾ പഠിച്ചു വെച്ചാൽ ജീവിതം എന്താ ചെയ്യാൻ പറ്റും? കളർഫുൾ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ കട്ടപ്പുറത്ത ഇരുണ്ട ജീവിതമായി മാറും. നമ്മളൊന്ന് പ്രതീക്ഷിക്കും, സംഭവിക്കുന്നത് മറ്റൊന്നായിരിക്കും. മറ്റൊന്നായിരിക്കും. ഇതാണ് റിയാലിറ്റി. എന്നാൽ ആ സംഭവിക്കുന്നത് എന്താണോ അതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചാലോ അത് ഭയങ്കര മോർ ബെറ്റർ ആയിരിക്കും. ഇതാണ് പ്രശ്നം. അപ്പൊ ഈ 3 കാര്യങ്ങളെ നമ്മൾ പഠിച്ചിരിക്കണം നിർബന്ധാണ്. അത് പ്രാക്ടിക്കലി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം മിസ് അയച്ചു തരും. അതിലിങ്ങനെയാണ് ഉണ്ടാവുക. ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 10 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ പെട്ടെന്ന് വിഷ്വൽ നിങ്ങൾ കാണണം. അത് പറയുമ്പോൾ നിങ്ങൾ കാണണം. ആ വിഷ്വൽ ആയിട്ടുള്ള സാധനത്തിന് ഓരോന്നിനും 10ൽ എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? 10ൽ എത്ര മാർക്ക്? അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യന് എത്ര മാർക്ക് 10ൽ കൊടുക്കാൻ പറ്റും? നിങ്ങൾ 7 കൊടുത്തു. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിന് നിങ്ങൾ 8 കൊടുത്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 6 കൊടുത്തു. നാലാമത്തെ ക്വസ്റ്റ്യന് 5 കൊടുത്തു. ഇങ്ങനെ എല്ലാം കൊടുത്തു. അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 10. ഇത് എന്താണ്? വിഷ്വൽ എന്ന് പറയുന്ന സാധനത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ അടുത്തതുണ്ടാവും ഓഡിറ്ററി ഉണ്ടാവും. ഓഡിറ്ററിക്കും സെയിം ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഓരോന്ന് കൊടുക്കുക. അടുത്തുണ്ടാവും എന്തുണ്ടാവും? കാനസ്തെറ്റിക് ഫീൽ ഉണ്ടാവും. അതിനും കൊടുക്കുക അതേപോലെ തന്നെ സെയിം. എന്നിട്ട് ഇതിന് ടോട്ടൽ 100ൽ എത്ര മാർക്ക് കിട്ടി? 100ൽ എത്ര മാർക്ക് കിട്ടി? ഇതിന് 100ൽ എത്ര മാർക്ക് കിട്ടി? ഇതിന് 100ൽ എത്ര മാർക്ക് കിട്ടി? ഇത് എഴുതിയിട്ട് നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എന്താണോ അതായിരിക്കും നിങ്ങളുടെ കാറ്റഗറി. ഓക്കെ. ഇത് കൊണ്ടുപോയിട്ട് ഭർത്താവിനൊന്നും ടെസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് വെക്കുക. നിങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പെരുമാറണമെന്ന് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കനസ്തെറ്റിക് ആണെങ്കിലാണ്. ഇനി ഭർത്താവ് കനസ്തെറ്റിക് ആണ്, നിങ്ങൾ എന്താണ്? വിഷ്വൽ ആണ്. അപ്പൊ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും നിങ്ങൾ കൂടുതലായിട്ട് സാധനങ്ങളെ കൊണ്ടുവച്ചാൽ അയാൾ ദേഷ്യപ്പെടും. എന്താ പറയാ? ഇത്രയൊക്കെ വേസ്റ്റ് ആക്കണോ? അത്ര പോരെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം തീർന്നു. പ്രശ്നം തീർന്നു. നമ്മളെ അയാളാവാനും ശ്രമിക്കണ്ട, അയാളെ നമ്മളിലേക്ക് ആക്കാനും നിങ്ങൾ ശ്രമിക്കണ്ട. ഒരു പ്രശ്നം ഉണ്ടാവില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിതാണ് ഇഷ്ടം, ഞാനിത് കഴിക്കാണ്. ഇതാണ് എനിക്കിഷ്ടം, ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രശ്നം തീർന്നു. അപ്പൊ ഇത് നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് പോകുന്ന അതാണ് നമ്മൾ എല്ലാവരും പറയില്ലേ, നമ്മൾ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതാണ് നല്ല ജീവിതം എന്ന് പറയുന്നല്ലോ. ഇതിങ്ങനെ മനസ്സിലാക്കണം. സയന്റിഫിക്കലി മനസ്സിലാക്കണം. സയൻസ് പരമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലായാലേ പോകുള്ളൂ. അല്ലാതെ
നമ്മൾ പരസ്പരം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എന്താണ് യാഥാർത്ഥ്യം, നമ്മളെ ഉള്ളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ നമുക്ക് അതിനെ ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലേ റിയാലിറ്റി. ഞാൻ നേരത്തെ ഒരു മണിക്കൂർ നിങ്ങളോട് സംസാരിച്ച പേഴ്സണാലിറ്റിന്റെ കാര്യം, ഈ ഏകദേശം ഒരു മണിക്കൂർ 3/4 മണിക്കൂറോളം സംസാരിച്ചതിന്റെ കാര്യം സെയിം, നോ ഡിഫറൻസ്, രണ്ടും സെയിം. നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മാറ്റം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലേ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ ഇൻസൈറ്റ് നിങ്ങൾക്ക് തരുന്നത്, മാറ്റം വരുത്തി നിങ്ങളാ, ഞാനല്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കെന്താ ചെയ്യാൻ കഴിയാ? ഷിഫാനിന്റെ പ്രശ്നമാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല, ഷിഫ്നാന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, രേഷ്മന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല, മുസ്ലിനാന്റെ എന്താണെന്ന് എനിക്കറിയില്ല. അറിയില്ല, ആദ്യം എനിക്കറിയില്ല. അഫീഫാന്റെ പ്രശ്നം അതൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് നിങ്ങളാ. ആ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ട്യൂൺ ചെയ്യാം എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. വേറെ ഒന്നും ഇതിലില്ല. അങ്ങനെ നിങ്ങൾ മാറിക്കഴിയുമ്പോ നിങ്ങൾക്ക് എവിടെ ചെന്നാലും സ്വീകാര്യത ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാത്ത സ്ഥലത്ത് വാല്യൂ ഉണ്ടാവും. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇഷ്ടപ്പെടൽ തുടങ്ങും. എവിടെയും കഷ്ടപ്പാടുണ്ടാവില്ല. ഒരു ജോലി കിട്ടിയാൽ അതിനെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയും. ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളെയും അനുകൂലമാക്കാൻ സാധിക്കും. ഏത് മിണ്ടാത്തവനെയും മിണ്ടിക്കാൻ സാധിക്കും. ഏത് അക്രമം ചെയ്യുന്നവനെയും തടഞ്ഞു നിർത്താൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കഴിവാണ്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളെ ഉള്ളിൽ എന്താ പ്രവൃത്തി നടന്നത്, എവിടെ മുതലാണ് നമ്മൾ മലിനസമായത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചളി മാറ്റി കൊടുത്താൽ മതി. അത് മാറ്റി കൊടുക്കണമെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ആരെ കുറിച്ച് പഠിക്കണം? നമ്മളെ കുറിച്ച് പഠിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുന്ന കാര്യങ്ങള്, നമ്മൾ ഏറ്റവും നല്ലതാണ്, മറ്റുള്ളവരെ കുഴപ്പം കൊണ്ടാണ്. ഇതാ തോന്നുന്നു. ഇന്റെ കുഴപ്പമല്ല, അയാള് അങ്ങനെ ചെയ്തു തരണ്ടേ, അയാൾ അങ്ങനെ ചെയ്തു തരണ്ടേ, അത് അയാളെ കടമ അല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ എനിക്കുമുണ്ട് കടമകൾ എന്നും ഞാനും മാറേണ്ടതുണ്ട് എന്നും മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ എന്താണ്, ഞാൻ ഇതൊരു യാഥാർത്ഥ്യ പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോ ഭയങ്കര സന്തോഷിക്കണം. കുറച്ചു ദിവസം ഹണിമൂണും ടൂറും പരിപാടിയും ഭയങ്കര സംഭവമൊക്കെ. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഇത് ഇങ്ങനെ കെട്ടടങ്ങും. എല്ലാവരുടെ കാര്യമില്ല പറയണത്, പല ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അതിങ്ങനെ കെട്ടടങ്ങി പോകും. കുറച്ച് കഴിയുമ്പോ വീണ്ടും എന്നും നമ്മളെ വിളിയൊക്കെ, നമ്മളെ സൗണ്ടൊക്കെ കേൾക്കാൻ അവർക്ക് ഭയങ്കര കിളിനാഥയൊക്കെ. എന്തൊരു സന്തോഷകരം അറിയണേ. നമ്മളെ വിളിക്ക് വേണ്ടി കാത്തിരിക്കും, അല്ലെ അവരെ വിളിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കും. ഇപ്പൊ എന്താ വെച്ചാല് ചിലപ്പോ നമുക്ക് വിളി വരുമ്പോ പണ്ടാറ കാലം വിളിക്കുന്നുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ വൃത്തിയായിട്ടോട് വിളിക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ തിരക്കിലാണ് അയാള് പറയും. ഇതൊക്കെ എന്താ സംഭവിക്കണ വെച്ചാൽ ഇതുകൊണ്ടാണ്. പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും നമ്മളെ ഉള്ളിലുണ്ടായി, അവരുടെ ഉള്ളിലും ഉണ്ടായി. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിന്റെ പേരിൽ ആ അയ്യാറാണ് അവിടെ സംസാരിക്കുന്നത്. ആ അയ്യാറ് സംസാരിച്ചതിന്റെ പേരിൽ അയ്യാറ് വെച്ചിട്ടുള്ള എന്തോ ഒരു ഉള്ളിലുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ മെന്റൽ സ്റ്റേറ്റ് എല്ലാം മാറിയതിന്റെ പേരിലാണ് ആക്ഷൻസ് ഉണ്ടായത്. ആ ആക്ഷൻസ് അനുസരിച്ചിട്ടാണ് അടുത്ത റിയാക്ഷൻസ് ഉണ്ടായത്. തമ്മിൽ പ്രോബ്ലംസ് ഉണ്ട്. ഇതാണ് സത്യം. ഇത് സയൻസാണ്. ഇത് മനസ്സിലാക്കിയാൽ ഈസിയാണ്, വേറൊന്നുമില്ല. ഇത് മനസ്സിലാക്കിയ പോരാ, നമ്മളെ മേലിൽ പണിയെടുക്കാൻ പഠിക്കണം, നമ്മളെ മാറ്റാൻ പഠിക്കണം. ഒരു പ്രശ്നമുണ്ട്, ഒരു വിഷയം ഉണ്ടാകും. ഒരുപാട് ആളുകളുടെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയും. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഞാൻ നിങ്ങളോട് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉയരാൻ അയാളുടെ ഭംഗിയോ, അയാളുടെ കളറോ, ഉയരമോ, കുടുംബ പശ്ചാത്തലമോ, സാമ്പത്തിക പശ്ചാത്തലമോ ഒന്നും അയാളെ ബാധിക്കുന്നതല്ല. അങ്ങനെ ഉള്ള ഏതൊരാൾക്കും ഉയരാൻ സാധിക്കും എന്ന് പറഞ്ഞത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം മാറ്റുന്നവനാണ് ആ സംഭവിക്കുക. അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഞാൻ എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിലൂടെ ട്രാൻസ്ഫോർമേഷൻ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഓരോരോ മാറ്റങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കുക. മനുഷ്യന് ഒരു സ്റ്റെപ്പേ കയറാൻ കഴിയുള്ളൂ, മെല്ലെ കയറി പോകാനേ കഴിയുള്ളൂ. അങ്ങനെ ഓരോന്നിനും നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ വർഷങ്ങളായിട്ട് 20, 25, 30 കൊല്ലമായിട്ട് നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയ ഈ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഓരോന്നിനെ മാറ്റണമെങ്കിൽ ആ പ്രശ്നങ്ങളിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല, ഇത് ഉണ്ടാവുന്ന സ്ഥലത്ത് നമ്മൾ പണിയെടുക്കണം. ആ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നോക്കിയിട്ട് മാത്രം കാര്യമില്ല, ഇത് ഉണ്ടാവുന്ന സ്ഥലത്ത് പണിയെടുക്കണം.
ഒരാളെ അസുഖം വന്നു, നമ്മൾ എന്താ ചെയ്യുക സാധാരണ? ആ അസുഖത്തിനാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക. എന്നാൽ ആ അസുഖം വരാനുള്ള കാരണത്തിന് ട്രീറ്റ്മെന്റ് ചെയ്താലോ പിന്നീട് അത് ഉണ്ടാവില്ല. അസുഖത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അസുഖത്തിന് വരാനുണ്ടായ കാരണം കൂടി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, അത് പിന്നീട് വരൂല, അതിന്റെ ഡിസ്ട്രാക്ഷൻ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അതേപോലെയാണ് നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ, ലൈഫ് അങ്ങനെ. അതുകൊണ്ട് ഇതില് ഭയങ്കരമായിട്ട് ശ്രദ്ധ കൽപ്പിച്ചാൽ, ഭയങ്കരമായിട്ട് പറഞ്ഞാൽ നമ്മൾ നിസ്സാര കാര്യമാണ്. ഞാൻ പിന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിസ്സാരമാണ്, വളരെ ചെറുതാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വലുതാണ്. ഇതിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാം പൊട്ടിപ്പുറപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ സാധനം ടീച്ചർ ഇന്ന് വിട്ടുതരും. അത് നിങ്ങൾ പ്രിന്റ് എടുക്കുക, ചെക്ക് ചെയ്തിട്ട് വെക്കുക, എന്നിട്ട് നോക്കുക. ഓക്കെ, ഓരോന്നിനെ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മളെ ലൈഫിൽ നമുക്ക് സാധിക്കും. ഓക്കെ, അത് ബസ് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, കുറച്ച് സമയം കൊണ്ട് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.